കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധയിടങ്ങളിൽ നിന്നായി ഈ പ്രാർത്ഥനയുടെ അവസാന മണിക്കൂറുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന്റെ ദാസൻ സൈച്ചാൻ ഓർപ്പിച്ചതുപോലെ ദീർഘമായ വർഷങ്ങളിലെ ആത്മബന്ധം ഒരു പ്രാവശ്യം കൂടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് വഴിതെളിച്ചതുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. അവിടെവിടങ്ങളിലായി ദൈവത്തിന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനകൾ ദീർഘ ദിവസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. എനിക്കറിയാം വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് അനുഗ്രഹീതരായ കർത്താവിന്റെ ദാസന്മാരിലൂടെ, ദൈവദാസന്മാരിലൂടെ നിങ്ങളോട് ദൈവത്തിന്റെ ആലോചനകൾ അറിയിച്ചിട്ടുണ്ട്. ഈ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ദൈവിക ശബ്ദങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട് നാം കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ മുഖവരകളൊന്നും കൂടാതെ കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ കർത്താവ് അനുഗ്രഹിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക ഇടപെടലുകൾ വെളിപ്പെട്ടു വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും കർത്താവിന്റെ വചനം ഇടപെട്ടതുപോലെ തന്നെ വലിയ ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ, മറു സൈഡിൽ പ്രതിബന്ധങ്ങൾ വർദ്ധിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിലും ഒരു സൈഡിൽ ഒരു കൂട്ടം പ്രിയപ്പെട്ടവർക്ക് പിടിച്ചു നിൽക്കാൻ കർത്താവിന്റെ അമിത കൃപ ആവശ്യമുള്ള ഒരു സമയമാണ്. എന്നാൽ മറു സൈഡിൽ വളരെ അധികമായിട്ട് ദൈവത്തിന്റെ ഫേവർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന ഒരു ഫാമിലി, സ്തോത്രം, കഴിഞ്ഞ ദിവസം ഞാനുമായി സംസാരിച്ചപ്പോൾ അവർ പറയുകയായിരുന്നു, വളരെ മ്ലേച്ഛത, എത്രയോ വർഷങ്ങൾ, 100 വർഷത്തിന് ശേഷം എന്തോ അത്രയും ഒരു അധംപതിച്ച അനുഭവത്തിലേക്ക് ആ രാജ്യം പോയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട, ആ മ്ലേച്ഛതയുമായി ബന്ധപ്പെട്ട ഉത്സവം പോലെ അവിടെ കാര്യങ്ങൾ പലതും അവർ ക്രമീകരിച്ചു. എന്നാൽ അതിനുശേഷമായിട്ട് ആ രാജ്യത്തിൽ സ്തോത്രം വളരെ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും അത് വന്നിട്ട് 1-2 ദിവസമല്ല, സ്തോത്രം, കേരളം കണ്ടതിനേക്കാളൊക്കെ ഭീകരമായ നിലയിൽ ദീർഘ ദിവസങ്ങൾ അത് നീണ്ടു നിൽക്കുകയും അവിടെ അടിച്ച കാറ്റിലിട്ട പേര് ഗബ്രിയേൽ എന്നാണ്. ഞാൻ അത് തന്നെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് സംഭവിക്കുന്നത്? അതിനിട്ട പേര് ഗബ്രിയേൽ. അത് ഏതർത്ഥത്തിൽ ഇട്ടു എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ നമുക്ക് ആ പേര് വളരെ സുപരിചിതമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ തലമുറയിൽ കാണുന്ന പല ദൈവപ്രവർത്തികളും നമ്മളോടുള്ള ബന്ധത്തിൽ അതൊരു സ്തോത്രം സൂചനകളാണ്, അടയാളങ്ങളാണ്. പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പിന്നെയും കർത്താവ് തിരികെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും അതിന്റെ പദ്ധതികളുമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ ഉണർന്നും പ്രാർത്ഥിച്ചും ദൈവമഹത്വത്തിനായി നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. എല്ലാവരും ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈ രാത്രിയിൽ വായിക്കുന്നതെങ്കിലും എന്നോട് വ്യക്തിപരമായി ഇതിൽ നിന്ന് കർത്താവ് സംസാരിച്ച ചില ചിന്തകൾ ഇന്ന് രാത്രിയിൽ പങ്കുവെച്ച് ഈ 21-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വചനം. മുടന്തനായ ജീവനിൽ മർക്കോസിന്റെ സുവിശേഷം 10:46. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ
ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ഉടനെ വിളിച്ചു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ദീർഘമായ ദിവസങ്ങളിൽ ഇരുന്ന പ്രാർത്ഥനയുടെ സമാപന സമയങ്ങളാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് ഞങ്ങളോട് സംസാരിക്കാൻ മനസ്സുണ്ടാകണമേ. ഇങ്ങനെ ശ്രദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഓരോ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. എവിടെയെല്ലാം ആയിരിക്കുന്നുവോ അവിടെ ദൈവകൃപ അനുഭവിക്കട്ടെ. വചനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാം വളരെ അറിയാവുന്ന ഒരു വേദഭാഗമാണ്. പുതിയ നിയമത്തിലെ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ വളരെ എടുത്ത് കാണിക്കപ്പെടുന്ന ഒരത്ഭുതം. ഈ അത്ഭുതത്തിന്റെ പ്രത്യേകത, ഒരു തെരുവിലിരിക്കുന്ന ഭിക്ഷക്കാരനായ മനുഷ്യൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിക്കുകയും ആ പദപ്രയോഗമൊക്കെ ശ്രദ്ധേയമാണ്. ആ മനുഷ്യൻ ഇരിക്കുന്ന സ്ഥലം ശ്രദ്ധേയമാണ്. അദ്ദേഹം വിളിക്കുന്ന വിളി വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ വളരെ പ്രത്യേകതയുള്ള ഒരു രോഗസൗഖ്യമാണ് നാം ഇവിടെ കാണുന്നത്. പുതിയ നിയമത്തിൽ യേശു കർത്താവിലൂടെ നടന്ന ഓരോ രോഗസൗഖ്യവും ഓരോ ദൈവപ്രവൃത്തിയും അത് യുണീക്കാണ്. അത് യുണീക്കായിരുന്നു. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരത്ഭുതങ്ങളും ആവർത്തിച്ച് ചെയ്യേണ്ടിയ ആവശ്യകത യേശുവിന് വന്നിട്ടില്ല. ഓരോ അത്ഭുതത്തിന്റെ പിൻപിലും ഓരോ മെസ്സേജ്, ഓരോ പ്രത്യേകമായ ദൈവിക ഇടപെടൽ, ഇന്നതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്ന്. ഉദാഹരണം പറഞ്ഞാൽ, ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ വന്ന് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് യേശു പറഞ്ഞ വാക്ക്, ഇത് എന്റെ മഹത്വത്തിന്. ഇങ്ങനെ ഓരോ വ്യക്തമായ കാരണങ്ങൾ കാണിക്കത്തക്ക നിലയിലാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തത്. നാം അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സ്തോത്രം, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ യേശു കർത്താവ് വീഞ്ഞാക്കി. ഇന്നത്തെ കാലത്താണെങ്കിൽ വീഞ്ഞാക്കുന്നത് പതിവ് സംഭവമായി മാറും. അത് വലിയ ഹൈലൈറ്റഡ് ആയിട്ട് മാറും. അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു എന്തിനു വേണ്ടി അത് ചെയ്തു എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടയാളങ്ങളുടെ ആരംഭമായി, അടയാളങ്ങൾക്ക് ആരംഭം കുറിക്കാനായി. അങ്ങനെയാണെങ്കിൽ ആ തിരഞ്ഞെടുത്ത സ്ഥലവും ആ തിരഞ്ഞെടുത്ത സാഹചര്യവും ആ തിരഞ്ഞെടുത്ത പദ്ധതിയും എല്ലാം വളരെ യുണീക്കായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോ അത്ഭുതത്തിന്റെ പിന്നിലും യേശുവിന് വ്യക്തമായ ഒരു കാരണമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഇവിടെ ഈ ഭാഗം നാം ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എത്ര പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ എത്ര കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതുപോലെ ശക്തമായി ഈ ഭാഗത്തു നിന്ന് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നാം കേട്ടിട്ടുള്ള ദൂതുകളിൽ പ്രധാനപ്പെട്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു രോഗശാന്തി, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സൗഖ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ നിന്ന് എന്റെ വ്യക്തിപരമായ ജീവിതത്തോട് സംസാരിച്ച ചില ദൂതുകൾ ഒരുമിച്ചൊന്ന് പങ്കുവെച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, യെരിഹോവിലെത്തി. ഇന്ന് യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു പദ്ധതിക്ക് വേണ്ടി യാത്ര ചെയ്ത് പോകയിൽ, മാനുഷിക നിലയിൽ പറഞ്ഞാൽ വളരെ അഭിചാരിതമായിട്ട്, ഞാൻ പറഞ്ഞത് മാനുഷിക നിലയിലാണെങ്കിൽ അഭിചാരിതമായിട്ട് യേശു യെരിഹോവിൽ എത്തി എന്ന് വേണം ചിന്തിക്കാൻ. ഇനി ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്യത്തെ, ആ സംഭവത്തെ, യെരിഹോവിൽ എത്തുന്നതിനെ മാനുഷികമായി ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെല്ലുന്ന സ്ഥലങ്ങൾ, അവനെ ദൈവമാക്കുന്ന ഇടങ്ങൾ, അവൻ പോകുന്ന മേഖലകൾ, അവന്റെ കാൽച്ചുവടുകൾ വെക്കുന്ന ഓരോ സ്ഥലങ്ങൾ,
ഞാനിത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു വചനഭാഗം, ഞാൻ ആ ഭാഗം അങ്ങനെ തൊടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു വചനഭാഗം. ആഴ്ചയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. സ്തോത്രം. എന്നോട് കർത്താവ് വളരെ വ്യക്തമായി സംസാരിച്ച ഒരു ദൂതാണത്. അതിലോട്ട് തിരിയാൻ സമയമില്ല, എന്നാലും ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്കൊന്ന് പറഞ്ഞ് അവിടുന്ന് പോകാം. ആഴ്ചയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലെ അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ശക്തമായ ദൈവപ്രവൃത്തി. ഓ ഹല്ലേലൂയ. അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: സഭകൾ ദിവസേന എണ്ണത്തിൽ പെരുകുന്നു, ശക്തമായ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുന്നു, ചെല്ലുന്ന ഇടത്തെല്ലാം അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്നു. സ്തോത്രം. ഒരു അഭിഷിക്തനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ എന്നാ വേണം അല്ലേ? ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചോണ്ട് ശുശ്രൂഷിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയെന്ന്, ഈ ദൂതുകൾ ഏറ്റെടുക്കുന്നത് അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിനകത്തുനിന്ന് നിറഞ്ഞ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് അതേ പ്രാർത്ഥനയോടെ നിങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആഴ്ചയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുമ്പോൾ പൗലോസിന്റെയും തിമോഥെയോസിന്റെയും ശുശ്രൂഷ കൂട്ടുകെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അവരുടെ ആ കൂട്ടുകെട്ട് 15-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തൊക്കെ വായിക്കുന്നത് ഉഗ്രവാദം, ഷണ്ടയല്ല, ഉഗ്രവാദം, സംസാരം, വളരെ പ്രശ്നങ്ങൾ, പിരിഞ്ഞുപോക്ക്, ഇതൊക്കെയാണ്. പക്ഷേ ആ പിരിഞ്ഞുപോക്ക് കൊണ്ട് പിശാച് ഒരുപക്ഷെ ഇവരുടെ ഹൃദയത്തിൽ ഒരു വിത്ത് വിതയ്ക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലടാ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ, നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ ശക്തമായിട്ടുള്ള മൂവ്മെന്റ്സിന്റെ മുൻപിൽ കടന്നു വരുന്ന സംഭവങ്ങളെ കണ്ടിട്ട് നമ്മുടെ ദൈവാശ്രയം പോയി പോകല് കേട്ടോ. അതിന്റെ പിന്നിലുള്ള പദ്ധതിയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിന്റെ പിന്നിലുള്ള പദ്ധതി എന്താണ് ഈ ഒരു ഡിസ്പ്യൂട്ട് കർത്താവേ? എന്താ കർത്താവേ ഈ ഒരു സ്മൂത്തായിട്ട് റൺ ചെയ്തു വന്ന ഇതിന്റെ മേലൊരു ബ്ലോക്ക്? ദൈവത്തോട് ഇടപെട്ടു. നിന്റെ കൂട്ടുകെട്ടിനകത്ത് ഒരു മാറ്റം, ഒരു തിമോഥെയോസിന്റെ ബന്ധത്തിലേക്ക് ഈ ശുശ്രൂഷയെ കൊണ്ടുപോകുന്നതിലൂടെ നാളുകളിൽ എനിക്ക് ചെയ്യാനുള്ള വലിയ പദ്ധതികൾ, ഹല്ലേലൂയ, നിന്റെ മേൽ സംഭവിക്കാനുള്ള വലിയ പദ്ധതി. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി പ്രവചനാത്മാവിൽ കൂട്ടത്തോട് പറയാം, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് ദൈവം വെച്ച ചില ബന്ധങ്ങൾ അതിനകത്ത് ഉടച്ചിൽ സംഭവിക്കുമ്പോൾ ചോദ്യം ചോദിച്ച്, ഞാൻ ആരോട് പ്രവചിക്കുകയാണെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ വ്യക്തിപരമായിട്ട് ഇതിൽ എത്രത്തോളം നിങ്ങളോട് ആലോചനകളിൽ സമീപിക്കുമെന്ന് നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങളോട് സംസാരിക്കുന്ന ദൂതുകൾ നിങ്ങൾ ഏറ്റെടുത്ത് ആത്മാവിൽ ബലപ്പെടാം. അപ്പോൾ ബന്ധങ്ങളിൽ അങ്ങനെയുള്ള ഉടച്ചിലുകൾ സംഭവിക്കുമ്പോൾ 2 കാര്യം ദൈവത്തിന്റെ പൈതല്: 1, ഇട്ടിട്ട് പോകരുത്. 2, ദൈവത്തിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നെന്ന് ചോദിച്ച് പിറുപിറുക്കാനും നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഈ അടുത്ത സമയത്ത് വളരെ പ്രചാരം നേടിയ അനുഗ്രഹീതമായ ഒരു പാട്ടാണ്, ഞാൻ എപ്പോഴും പാടുന്ന പാട്ട് തന്നെയാണ്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അടുത്ത വരി ഇങ്ങനെയാ: എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ആ വരി വരുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: എന്തിനെന്നേ ചോദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് റിയാലിറ്റിയാണ്. എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനെന്ന് ചോദിക്കാതിരിക്കാൻ. ഓ ഹല്ലേലൂയ. ഓ റവാക്കലാപുഷ്. രാത്രി ദൈവം സംസാരിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പക്ഷേ ഓരോ സംഭവങ്ങളുടെ മുൻപിലും എന്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോയിട്ടുണ്ട്. എനിക്ക് ആ പാട്ടിനോട് പലപ്പോഴും ആ അഭിഷിക്തൻ എഴുതിയ വഴി തെറ്റിപ്പോയത് കൊണ്ടല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ
ആ പാട്ടിനോട് പലപ്പോഴും ആത്മാർത്ഥത പുലർത്താൻ കഴിയാത്ത നിലയിൽ ഞാൻ ദൈവസന്നിധിയിലായിപ്പോയിട്ട. മിഷൻ ട്രിപ്പ്, സഭകളുടെ മേൽ പകരാനുള്ള ദൂത്, ശക്തമേറിയ ആത്മപകർച്ച, ദേശങ്ങളെ കീഴടക്കൽ, ദേശങ്ങളിൽ പോകുക, ചവിട്ടുക, ശുശ്രൂഷിക്കുക, പ്രാപിക്കുക, പകരുക, ഈ കാഴ്ചപ്പാടൊക്കെ 13-ാമത്തെ അധ്യായത്തിൽ പൗലോസും ബർന്നബാസും എന്ന ഒരു കൂട്ടുകെട്ടിനകത്താണ് കണക്ട് ആയത്. പക്ഷെ 15-ാമത്തെ അധ്യായത്തിൽ ചിതറിപ്പോകേണ്ടി വന്നു, ശിഥിലമാകേണ്ടി വന്നു, ഉടയേണ്ടി വന്നു. പിശാചകത്തിരുന്നോണ്ട് പറഞ്ഞു, തീർന്നടോവേ, ഇതുകൊണ്ട് തീർന്നു. പക്ഷെ അതവിടെ പൊളിയുമ്പോൾ അടുത്തൊരു ബന്ധത്തെ ദൈവം ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. ഞാനിന്ന് രാത്രിയിൽ പറയുന്ന ഈ ദൂത് കൊണ്ട് നിങ്ങളുടെ ആത്മീക ജീവിതത്തിലെ ബന്ധങ്ങളെ ശിഥിലമാക്കാൻ ഉപയോഗിക്കേണ്ട, ചിന്തിക്കേണ്ട. വരുന്ന സാഹചര്യങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന വിഷയങ്ങളെ വഷളാക്കാനും ഏറ്റെടുക്കേണ്ട. മറിച്ച് ദൈവം അനുവദിക്കുന്നതിന് ആമേൻ പറയാൻ ഒരു സമർപ്പണത്തിൽ വന്നാൽ മതി. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഈ കൂട്ടുകെട്ടിൽ ശുശ്രൂഷ ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ പൈതലെ? 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ശക്തമായി പോകുന്ന ആ കൂട്ടുകെട്ടിന്റെ നടുവിൽ സംഭവിക്കുന്ന കാര്യം, ഇവരെവിടെ ചെന്നാലും, നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, തൊട്ടത് മൊത്തം പൊന്നാക്കിയെന്ന് എന്ന് പറയുന്ന പോലെ ഇവരെവിടെ ചെന്നാലും, ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം, ഇവിടെ നമ്മൾ പാസ്റ്റർമാര് ഒരു സ്നാനം നടക്കാൻ 1 വർഷം കുത്തിയിരുന്ന 3 21-ന്റെ ഉപവാസം എടുത്താൽ പോലും നടക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് 16-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, സഭകളുടെ എണ്ണം ദിവസേന പെരുകി. അപ്പോ എന്റെ ഭാവനയിൽ ഞാൻ കാണുന്നത് എല്ലാ ദിവസവും പൗലോസ് അപ്പോസ്തലന് ചർച്ച് ഇനാഗുറേഷന് പോകണമായിരുന്നു. എന്നാ ഇന്നത്തെ കൂട്ട് ഒരു ഫെസിലിറ്റി ഇല്ല കേട്ടോ, ഞാൻ അത്രയും പറഞ്ഞു വിടുക. പക്ഷേ അത്ര സ്മൂത്തായിട്ട് പോകുമ്പോൾ ഇദ്ദേഹം പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നവനാണെന്നുള്ളതിന്റെ അടുത്ത തെളിവാണ് ഒരു ശബ്ദം, ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ആ ഭാഗത്തുനിന്ന് ദൈവം ഇടപെടുന്നത്, സ്മൂത്തായി പല കാര്യങ്ങളും പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഹൃദ്യമായി വെളിപ്പെട്ട് വരുമ്പോൾ, ആകാം, പോകാം, തുടരാം എന്ന വാക്ക് മാത്രമാണ് നാം പ്രതീക്ഷിക്കുന്നതും നാം ഇഷ്ടപ്പെടുന്നതും. പക്ഷെ മറക്കണ്ട കേട്ടോ, എവിടെയോ ഒരു അരുതിന്റെ ശബ്ദം വരുന്നെങ്കിൽ അതും ദൈവത്തിന്റെ ആത്മാവാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകളുടെ നടുവിൽ അരുതുകളുടെ ശബ്ദം വരുന്നില്ലേ? ശ്രദ്ധിക്കാനുണ്ട്. ചില നോ കേൾക്കാറുണ്ടോ എവിടെയെങ്കിലും? ചിലയിടങ്ങളിൽ നോ എന്ന് പറയാറുണ്ടോ? സ്തോത്രം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നാം സുഗമമായി പൊക്കൊണ്ടിരിക്കുന്ന ചില യാത്രകളുടെ നടുവിൽ അതിന്റെ കണ്ടിന്യൂറ്റിയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ശരിയല്ലേ? അതിനെ താഴോട്ടൊരു കാര്യം നാം പ്രതീക്ഷിക്കുന്നില്ല. അവിടെ നമ്മുടെ കുറെ സ്വപ്നങ്ങൾ കിടപ്പുണ്ട്, നമ്മുടെ കാഴ്ചപ്പാട് കിടപ്പുണ്ട്. ഓ ഹല്ലേലൂയ, ഇന്ന് ദൈവം എന്നെ കൊട്ടാരക്കരയിൽ നിർത്തി, നാളെ കോട്ടയത്തും എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ കോട്ടയത്തുനിന്ന് ഞാൻ തിരിച്ചു കൊട്ടാരക്കരയിലോട്ടല്ല വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി സിംപ്ലിഫൈ ചെയ്ത് പറയുന്നേ. ഞാൻ അവിടുന്ന് എറണാകുളത്ത് പോകും, എറണാകുളത്ത് നിന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോകും, ബാംഗ്ലൂരിൽ ഞാൻ ദുബായിൽ പോകും. ദൈവമക്കളെ, ഇതാണ് നിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാനുഷികമായ റൂട്ട്. പക്ഷേ ഇങ്ങനെ സുഗമമായി പൊക്കൊണ്ടിരിക്കുന്ന അഭിഷിക്തന്റെ മുൻപിൽ ഒരു ശബ്ദം, ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. ബിനോയ് ആലോചന ചോദിക്കുന്ന എന്തിനാണെന്നറിയാമോ? കർത്താവേ, നാളെ എവിടെ വീട് വെക്കണം? ഹല്ലേലൂയ. ബിനോയ് പലപ്പോഴും ആലോചന ചോദിക്കുന്ന എന്തെന്നറിയാമോ? കർത്താവേ, നാളെ മേടിക്കുന്ന കാറിന്റെ കളർ ഏതാ? അപ്പോഴാ ഒരു തലമുറയ്ക്ക് പിൻപിൽ അഭിഷേകത്തെ കൈകാര്യം ചെയ്ത ഒരു ശിഥിലത്തിന് ശേഷം
അടുത്ത കൂട്ടുകെട്ടിന്റെ വെളിപ്പാടിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. ഈ രാത്രിയിൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര പേരുണ്ട്? 34 പേര് അറ്റ് പ്രസന്റ് ഒരുമിച്ചിരിക്കുന്ന ഈ കൂട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 21-ാമത്തെ രാത്രിയിൽ പറയുന്നു, നിന്റെ സുഗമമായി പോകുന്ന യാത്രകളുടെ നടുവിൽ അരുതുകളുടെ ശബ്ദം വരുന്നെങ്കിൽ ഓർത്തോ, അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. സ്തോത്രം. എല്ലാം യെസ് യെസ് എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഏതൊക്കെയോ അരുതുകളുടെ ശബ്ദം, എവിടെയൊക്കെ ഒരു നോ പറയുന്ന ഒരനുഭവം നിനക്ക് വെളിപ്പെട്ട് വരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? സ്തോത്രം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം. ഞാൻ ആ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു വിടുന്നു. 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് നോക്കിക്കോ. അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ, കേൾക്കണേ, ഒന്ന് നിന്ന് സംസാരിക്കാനുണ്ട്. വിലക്കുകയാൽ ഇനി എന്തോ ചെയ്യും? ആസയിലോട്ട് പോകാനുള്ള വഴിയും അല്ലെങ്കിൽ അതിനുള്ള റൂട്ടും തുറന്നു കിടക്കുമ്പോഴാ ആത്മാവിന്റെ വിലക്ക് വരുന്നത്. സ്തോത്രം. ആ ആത്മാവിന്റെ വിലക്ക് വരുമ്പോൾ സ്റ്റോപ്പായി. വാട്ട് ഈസ് നെക്സ്റ്റ്? വാട്ട് ടു ഡു? നാളത്തേക്കൊന്നും കാണുന്നില്ല, അടുത്ത സ്റ്റെപ്പ് കാണുന്നില്ല. അടുത്ത വാക്യം എന്നെ സ്പർശിച്ചത്. പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. ആ വാക്യത്തിലോട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന്റെ പൈതലെ, വിലക്കിയത് ആത്മാവാണെങ്കിൽ തുറക്കുന്നതും ആത്മാവാണ്. വിശ്വസിക്കുന്ന രാത്രിയിൽ ഒന്നുകൂടെ പറയാം, ആത്മാവ് വിലക്കിയിട്ടുണ്ടെങ്കിൽ ആത്മാവ് കരുതും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി കൂട്ടത്തെ ദൈവം തൊടട്ടെ. ആത്മാവ് വിലക്കിയിട്ടുണ്ടെങ്കിൽ ആത്മാവ് ഒരുക്കും. അടുത്ത വാക്യം ഞാൻ ഇനി വായിക്കാം. ആ പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. അത്രേ ഞാൻ വായിക്കുന്നുള്ളൂ, ബാക്കിയിലോട്ട് പോകാൻ സമയമില്ല. പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. എന്തുകൊണ്ടാ ഫ്രിഗ്യയിൽ പോകേണ്ടി വന്നേ? എന്തുകൊണ്ടാ ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേ? ഒരു വിലക്ക് വീണതുകൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ അനുഗ്രഹീതമായ ഒരു ലേഖനം ഈ മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലേഖനം ഗലാത്യയിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടിയാ. നിന്നെ ഒരു വേള വിലക്കിയെങ്കിൽ നിന്റെ കാൽപാദങ്ങൾ അവിചാരിതമായി വെച്ച സ്ഥലമല്ലേ അത്? ആ സ്ഥലം പോലും നാളുകളിൽ ദൈവ മഹത്വത്തിന്റെ ഇടമായിട്ട് മാറും. ശിഖരദല സന്ദര ദിൽക്കാരകജലഘടക ശിഖലഘടക ദുരാജകൾ കസിയാതലഘടക. സാഹചര്യം കൊണ്ട് കാല് വെച്ചു പോയതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായി സംസാരിക്കുന്നു. ഗോഡ്സ് ആൻഡ് ഫ്രാൻസിസ് എന്ന ഐഡിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നു. അവിചാരിതമായി സംഭവിക്കുന്ന കാൽച്ചുവടുകൾക്കകത്ത് അധൈര്യപ്പെട്ടു പോകണ്ട കേട്ടോ. അതിന്റെ പിൻപിലുള്ള ദൈവിക പദ്ധതികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അവിചാരിതമെന്ന് വിചാരിക്കുന്ന കാൽച്ചുവടുകൾക്കകത്ത് സ്തോത്രം പാസ്റ്റർ ഷിജൻ ആൻഡ് ഫാമിലി ദൈവം സംസാരിക്കുന്നു. ഒരിക്കലും ചിന്തിക്കരുത് ചിലത് സ്റ്റോപ്പായത്, ചിലത് അടഞ്ഞത് വെറുതെ സംഭവിച്ചതാണെന്ന്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അടുത്തത് തുറക്കാൻ അതിന്ന് മനസ്സിലാകത്തില്ല. നാളുകളിലെ വലിയ മഹത്വത്തിന്റെ കരം അതിന്റെ മേൽ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനകത്തുള്ള എന്റെ പദ്ധതിയും എന്റെ നീതിയും തെളിയിക്കപ്പെടും. ഒരു കാര്യം കൂടെ
കർത്താവ് പറയുന്നു, ഇന്നലകളിൽ പോയ ദേശങ്ങൾ, അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്ത സ്ഥലങ്ങൾ, വളരെ അവിചാരിതമായി ചെന്നുപെട്ട ഇടങ്ങൾ, നാളുകളിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ ചലനത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, കാലങ്ങൾ കഴിയുമ്പോൾ ഞെട്ടിപ്പോകത്തക്ക നിലയിൽ അങ്ങനെയുള്ള ദേശങ്ങളുടെ ദൈവമഹത്വത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പും ഒരു പ്രാർത്ഥനയും കഴിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഈ രാത്രിയിൽ ഈ കൂട്ടത്തിലുള്ള ദൈവത്തിന്റെ പൈതലെ സഹിച്ചായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്നലകളിൽ നിന്റെ കാഴ്ചവട് വെപ്പിച്ച ചില ദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ മഹത്വങ്ങൾ കാണാൻ കുടുംബമായി തയ്യാറായിക്കൊള്ളുക. അതിനുവേണ്ടി ഒരു അടയാളങ്ങളും അതിനുവേണ്ടി ഒരു പദ്ധതികളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിചാരിതമെന്ന് ചിന്തിക്കുന്നത് പോലെയല്ല, പലരും അവിചാരിതമല്ല. വചനം പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞത് രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, പരിചയമില്ലാത്ത ദേശങ്ങളെ കണക്ട് ചെയ്യാൻ. രണ്ട്, മക്കതോന്യ വിളിയും അതിന്റെ വർഗത്വങ്ങളും ബിസിനസ് പട്ടണങ്ങളെ തൊടുന്ന ദൈവമഹത്വം പൗലോസിലൂടെ വെളിപ്പെടുത്താനുണ്ടെന്ന് തെളിയിക്കാനും വേണ്ടിയാണ് ഒരു വഴിയെ ദൈവം അടച്ചു കളഞ്ഞത്. ഹല്ലേലൂയ. കേരളത്തിലൊക്കെ റോഡ് പണി നടക്കുമ്പോ പോലീസുകാരിന്ന് വഴി തിരിച്ചുവിടും, ഒരു വഴി തിരിച്ചുവിടും. കേക്കണേ, പോലീസുകാരിന്ന് വഴി തിരിച്ചുവിടും. വഴി തിരിച്ചുവിടുന്ന പോലീസുകാർക്ക് പോലും അറിയത്തില്ല ഇവൻ എവിടെ ചെന്ന് കയറുമെന്ന്. എന്റെ കർത്താവ് അങ്ങനല്ല കേട്ടോ. ചിലവർക്ക് മനസ്സിലാവുന്നുണ്ട്. വഴി തിരിച്ചുവിടുന്ന വ്യക്തിക്ക് പോലും അറിയത്തില്ല ഈ വണ്ടി എവിടെ ചെന്ന് കയറുമെന്ന്. എന്റെ കർത്താവ് അങ്ങനല്ല. നീ ഓർത്തോണം, അവൻ വഴി തിരിച്ചുവിടുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒത്തിരി ബൈപ്പാസുകൾ വെട്ടി തുറന്നിട്ടാ അവൻ നിന്നെ വഴി തിരിച്ചുവിടുന്നേ. നിനക്ക് വേണ്ടി പുതിയ ഡോറുകൾ പലതും ഒരുക്കി വെച്ചിട്ടാ അവൻ നിന്നെ വഴി തിരിച്ചുവിടുന്നേ. അതുകൊണ്ട് ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്നൊരു ശബ്ദം കേൾക്കുന്നതിനകത്ത് ആശ്ചര്യപ്പെട്ടു പോകണ്ട. നിനക്ക് വേണ്ടി അടുത്ത ശുശ്രൂഷകൾ ദൈവം 1 by 1 ആയിട്ട് ഒരുക്കി വെച്ചിട്ടാണ് നിന്റെ ഒരു ഡോറ് ദൈവ തൽക്കാലം ക്ലോസ് ചെയ്ത് വെച്ചത്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരികയാണ്. ഓക്കെ, അവൻ യെരിഹോവിലെത്തി. സ്തോത്രം. നമ്മുടെ ദൃഷ്ടിയിൽ ഒരു സ്ഥലത്തുനിന്ന് ശുശ്രൂഷ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ഒരു പ്രഭാതത്തിൽ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടിയോ യേശു അവിടേക്ക് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറം നമ്മൾ അതിനകത്തൊന്നും ചിന്തിക്കാൻ പോകത്തില്ല. അതിനപ്പുറം നമുക്ക് അതിനകത്തൊന്നും മനസ്സിലാകത്തില്ല. അവിടെ എത്തിയപ്പോൾ കുരുടനായ ഒരു മനുഷ്യൻ അവരുടെ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ബഹുപുരുഷാരത്തോടൊപ്പമാണ് യേശു യാത്ര ചെയ്യുന്നത്. ഇവൻ തിനായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ. ശ്രദ്ധിക്കണേ, രണ്ട് കാര്യം. ഒന്ന്, കുരുടനാണ്. രണ്ട്, ഭിക്ഷക്കാരനാണ്. അവൻ ഇട്ടേക്കുന്ന വസ്ത്രം സമൂഹത്തിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വസ്ത്രമല്ല. പിന്നെ അവന്റെ ശരീരത്തിന്റെ ബലഹീനത അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇവൻ പരസഹാരമില്ലാതെ ചലിക്കാൻ കഴിയാത്ത ഒരു സഹോദരനാണ്. സ്തോത്രം. ഇരിക്കുന്ന സ്ഥലം അതും വലിയൊരു കാര്യമാണ്. കണ്ണു കാണാൻ വയ്യാതെ ഭിക്ഷക്കാരന്റെ വസ്ത്രം ധരിച്ച് യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇവൻ ഇരിക്കുക. ജോലി ഭിക്ഷ ചോദിക്കലാണ്. നമുക്ക് പ്രവർത്തികളുടെ പുസ്തകത്തിലെ ഭിക്ഷ ചോദിച്ച
ഒരനുഭവം അറിയാവുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ ഉള്ളത്. പ്രവർത്തന പുസ്തകത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും അടുത്ത് വന്ന ഒരാൾ ഭിക്ഷ ചോദിക്കുന്നു. പതിവിന് വിപരീതമായിട്ട് ഭിക്ഷ ചോദിക്കുമ്പോൾ അവന് തുറന്നു പറയുന്നു, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമില്ല. അവൻ ആവശ്യപ്പെട്ടത് വെള്ളിയും പൊന്നുമാണ്. അവൻ വല്ലത് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, പക്ഷെ അത് ഞങ്ങൾക്കില്ല. നസറേയനായ യേശുവിനെ കൊടുക്കുന്നു. അവൻ സൗഖ്യമായി മുടന്ത് മാറി എഴുന്നേറ്റ് ആലയത്തിൽ വന്ന് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിതറിയാം. പക്ഷെ ഇവിടെ യെരിഹോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു ഭിക്ഷക്കാരന്റെ ഉടുപ്പിട്ട് കണ്ണു കാണാൻ വയ്യാത്ത പരസഹായം ആവശ്യമുള്ള ഈ സഹോദരൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൽ കൂടെ യേശു പോകുന്നെന്ന് കേട്ടപ്പോൾ ഇവന്റെ എല്ലാ സ്വഭാവങ്ങളും പെട്ടെന്ന് മാറി. കാരണം ഭിക്ഷക്കാരന്റെ ശബ്ദം നോർമലി വല്ലതും കിട്ടണമെങ്കിൽ പതുങ്ങിയ താണ ശബ്ദമായിരിക്കണം. ഭിക്ഷക്കാരന്റെ ടോണ് മാറി അധികാരത്തോടെ വല്ലതും ഭിക്ഷക്കാരൻ ചോദിക്കാൻ തുടങ്ങിയാൽ അവന് ഭിക്ഷ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ഭിക്ഷയ്ക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. എന്നെ കർത്താവ് പിടിച്ചു കുലുക്കിയ ഒരു സന്ദേശമായത്. ആമേൻ. പക്ഷേ ഇവൻ ഇതെല്ലാം മറന്നു. ഒറ്റ കാരണം, പതിവിന് വിപരീതമായിട്ട് യെരിഹോവിന്റെ തെരുവിൽ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് അവന് ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പുതിയ വ്യക്തിയൊന്നും അല്ല കേട്ടോ. അവൻ ഈ സ്ഥലത്ത് സ്ഥിരക്കാരനാണ്. അപ്പൊ ഇവിടെ എന്നാ കച്ചവടം നടക്കുമെന്ന് പുള്ളിക്ക് ഒരു ധാരണയുണ്ട്. കൊട്ടാരക്കര ട്രാഫിക്കിന്റെ സിഗ്നലിൽ നിൽക്കുന്ന ഭിക്ഷക്കാരനും എറണാകുളം സ്തോത്രം എടപ്പള്ളി സിഗ്നലിൽ നിൽക്കുന്ന ഭിക്ഷക്കാരനും രണ്ട് കാഴ്ചപ്പാടായിരിക്കും കേട്ടോ. കാര്യം രണ്ട് കണക്കുകൂട്ടൽ അവർക്ക്. കാരണം അത് രണ്ട് നിലവാരത്തിലുള്ള പട്ടണങ്ങളാണ്. അപ്പൊ യെരിഹോവിന്റെ മണ്ണിൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയാം. അവനോട് പരിചയമുണ്ട്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഭയങ്കര ആൾക്കൂട്ടം. ഒരു നല്ല ഭിക്ഷക്കാരനാണ് എന്നാ ചെയ്യണം? ഈ സമയത്ത് നല്ലതുപോലെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്തണം. എനിക്ക് പരിചയമുള്ള ഒരു ബ്രദർ ബാംഗ്ലൂരിലുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ സ്കൂളുകളിലെ സ്തോത്രം കുട്ടികളെ സമീപിച്ച് ക്യാൻവാസ് ചെയ്തിട്ട് സ്തോത്രം അവർക്ക് സ്പോർട്സിന്റെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് പുള്ളിയുടെ ജോലി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം കോമൺവെൽത്ത് നടന്ന സമയത്ത് ഈ പുള്ളിയുടെ ട്രെയിനിങ്ങിലുള്ള പിള്ളേരാണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗും പിടിച്ച് ഫ്രണ്ടിൽ യാത്ര ചെയ്തത് ഈ പുള്ളിയുടെ സ്തോത്രം അണ്ടർ ട്രെയിനിങ്ങിലുള്ള പിള്ളേരാണ് അന്ന് യാത്ര ചെയ്തത്. ആ ഫോട്ടോ പബ്ലിഷ് ആയപ്പോൾ പുള്ളി അതെടുത്ത് അങ്ങ് വൈറലാക്കി. പുള്ളി എന്നിട്ട് ചെയ്ത എന്നാന്ന് ചോദിച്ചാൽ, എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രെയിനിങ് എടുക്കുന്ന പിള്ളേരാണ് കോമൺവെൽത്തിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഫ്ലാഗ് പിടിക്കുന്നതെന്നും പറഞ്ഞ് പുള്ളി ഒരു പബ്ലിസിറ്റി അങ്ങ് ചെയ്തു. സത്യത്തിൽ അത് വളരെ അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷെ പുള്ളി അതിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തു. ദൈവത്തിന്റെ പൈതലെ സ്തോത്രം, ഇങ്ങനെ ഒരു ഭിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം 10 ആള് കൂടുമ്പോൾ അവനത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഇവൻ വന്ന് നിൽക്കുകയാണ്. ഇവൻ നോക്കിയപ്പോൾ യെരിഹോവിന്റെ മണ്ണിൽ നാളിതുവരെ കൂടിയതിനെക്കാട്ടിൽ ഭയങ്കര ഒരു ക്രൗഡാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവൻ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവൻ എങ്ങനെ കാലേ വീണാണെങ്കിലും അവിടെ ഭിക്ഷ ചോദിച്ച് അവന് 10 പൈസ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരുക. ഇവൻ ഇതെല്ലാം മറന്നുപോയി. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ദൈവസാന്നിധ്യത്തിന്റെ അടി ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ തന്നെ മറന്നുപോയ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ പറയാനുണ്ടോ? എന്റെ ചോദ്യം വ്യക്തമാണെന്ന് എന്റെ ചിന്ത. ഗ്ലോറി 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 ഗ്ലോറി. ഞാൻ ചോദിച്ചതേ കൈയടിച്ചിട്ടുണ്ടോന്നല്ല. ഓ സ്തോത്രം.
സഹോദരങ്ങൾ എന്റെ കൂടെ വരണേ പ്ലീസ്. ഇവിടെ ഇരിക്കുന്നവർ ദൈവ സാന്നിധ്യത്തിൽ ഒരുമിച്ച് നിൽക്കണം. ഞാൻ ചോദിച്ചതേ പാട്ട് പാടുന്നുണ്ടോന്നല്ല. ഞാൻ ചോദിച്ചത് യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോ നമ്മളവിടെ വായിക്കുന്നതിന്റെ അർത്ഥം ശരിയാകണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണം, അവൻ പരിസരം മറന്നെന്ന. രാത്രി എന്റെ ചോദ്യം, സാന്നിധ്യത്തിന്റെ സ്പർശനത്തിൽ സ്ഥലം മറന്നു പോയിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടോ? യേശു എന്ന് കേട്ടപ്പോ അടുത്തൊരു പിറപ്പ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കുട്ടിക്കാലം കേട്ടോ. ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ വൈകിട്ട് 7 മണിക്ക് തുടങ്ങുന്ന 6:30 തുടങ്ങുന്ന യോഗം 12 മണിക്കൊക്കെ തീരാതെ പിന്നെയും തുടരുന്ന ഒരു കാലം. ഇന്ന് രാത്രി എന്റെ ചോദ്യം, സ്ഥലം മറന്നിട്ടുണ്ടോ? ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തെ ഒന്നുകൂടെ ഒന്ന് അനുഭവിക്കണ്ടേ, ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കണ്ടേ, നമുക്കത് തുടരണ്ടേ. വാക്യം ഞാൻ ഇനിയും വായിപ്പിക്കുന്നു. ആ വാക്യം ഇനിയും വായിപ്പിക്കുന്നു. 47-ാം വാക്യം. 47-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് മതി മതി, ഇത്ര മതിയെന്നേ. ആദ്യത്തെ പാട്ടും അതിന്റെ അവസാന സമയവും സങ്കീർത്തനം വായനയും പ്രബോധനവും പിന്നെ പാസ്റ്ററുടെ പ്രസംഗവും ഇതിനൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നേ. യേശു എന്ന് കേട്ടിട്ട് സ്തോത്രം, 10 പൈസ ഉണ്ടാക്കാൻ പറ്റിയ സമയമാ ബ്രദറെ ഇത്. നീ എന്നതായി കാണിക്കുന്നേ? ഈ സമയം നിനക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ സമയമാ ബ്രദറെ. ഇത് നിന്റെ ദിവസമാ ബ്രദറെ. ബ്രദറെ, ഈ എരിഹോവിന്റെ മണ്ണിൽ ഇതുപോലെ പുരുഷാരം വന്നിട്ടില്ല. പക്ഷേ നസറയനായ യേശു എന്ന് കേട്ടിട്ട് 2 കാര്യം. ഒന്ന്, അവൻ ബാക്കി അവന്റെ സാഹചര്യങ്ങളും അവന്റെ ഉത്തരവാദിത്വവും ജോലിയും എല്ലാം മറന്നു. 2, അവൻ ഇരിക്കുന്ന സ്ഥലം മറന്നു. ഈ ദിവസങ്ങളിൽ അകത്തളത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ സ്പർശനത്തെ അനുഭവിക്കാൻ കഴിയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പൈതലെ വ്യക്തമായി സ്തോത്രം, ഇത്തരത്തിലുള്ള ഒരാത്മീയ അനുഭവത്തിന്റെ ആവശ്യകത ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുന്നു. മറക്കണം, സ്ഥലം മറക്കണം. അവരുടെ സാഹചര്യം മുഴുവൻ മറന്നു. എന്നിട്ട് അവൻ അടുത്തത് വിളിക്കുന്നത്, അവൻ കേട്ടത് നസറയനായ യേശു എന്ന കേട്ടത്. ഇനി അടുത്തത് അവൻ വിളിച്ചത് ദാവീദ് പുത്ര എന്നാണ്. ഞാൻ അവിടെ നിന്ന് നിൽക്കുന്നില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് അങ്ങ് പോവാം. ദൈവമക്കളെ, ഈ കേൾക്കുന്നതിനെക്കാട്ടിൽ കൂടുതലാ അകത്ത് ഉറപ്പിച്ചു വെച്ചേക്കുന്നേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവൻ കേട്ടത് നസറയനായ യേശു എന്നാ. പക്ഷെ അവന്റെ അകത്തെ ഈ പുള്ളിയെ കുറിച്ച് വർഷങ്ങളായിട്ട് അവൻ ആണി അടിച്ച് തറപ്പിച്ച് വെച്ചേക്കുന്നത് യേശു എന്നല്ല. അതിനപ്പുറത്ത് അവന്റെ അകത്ത് ഇവനെ കുറിച്ചൊരു ബോധം കിടപ്പുണ്ട്. അവന്റെ ബോധം എന്ന് പറയുന്നത് അവന്റെ അപ്പനെ എനിക്ക് പരിചയമുണ്ട്. ഇവൻ വെറും യേശുവല്ല, ഇവൻ ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ച ദാവീദ് പുത്രനാ. ഇന്ന് രാത്രിയിൽ എന്റെ കേൾവിക്കാരായ ദൈവമക്കളെ, മറ്റുള്ളവർക്ക് യേശുവുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെ എന്നതിനെ ആശ്രയിച്ച് ഒരാത്മീക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കരുത്. നീ പരിധി വിട്ട് മാറണമെങ്കിൽ
ഇരിക്കുന്ന സ്ഥലം നീ മറക്കണമെങ്കിൽ, സ്തോത്രം, നിന്റെ അകത്തൊരു പെടപ്പുണ്ടാകണമെങ്കിൽ, നിന്റെ അകത്തൊരു ആകാംക്ഷ ഉണ്ടാകണമെങ്കിൽ, നിന്റെ അകത്തൊരു ആർത്തി ഉണ്ടാകണമെങ്കിൽ, നിന്റെ അകത്തൊരു കത്തൽ ഉണ്ടാകണമെങ്കിൽ, എങ്ങനാ സംഭവിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും: നിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ആ വെളിപ്പാടിനെ ആശ്രയിച്ചിരിക്കും നിന്റെ അകത്തുനിന്ന് ഒഴുകുന്ന ഒഴുക്ക്. അവൻ കേട്ടത് നസറേയനായ യേശു എന്ന, പക്ഷെ അവൻ പ്രതികരിച്ചത് നസറേയനായ യേശുവേ എന്നല്ല. അവൻ പ്രതികരിച്ചത് ദാവീദ് പുത്ര എന്ന. ഇതിൻ്റെതായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും അകത്ത് കത്തുന്നു. ബാക്കിയുള്ളവർക്കില്ലാത്ത ഉറപ്പ് നിനക്ക് കർത്താവിനെ കുറിച്ചുണ്ടോ? സോറി, ദേവരുത്തൻ മുഴങ്കാലിനിടയിൽ തലയിട്ടിരുന്ന് പറയുന്നു, കടലുള്ള ഭാഗത്ത് പോയി നോക്ക. ജൽക്കസിയാണ്. സഹോദരൻ, നീ തലപൊക്കിയോ? ഇല്ല. നീ കണ്ടോ? കണ്ടേ? എങ്ങനെ കണ്ടു? എന്റെ അകത്തെ കണ്ണിൽ എനിക്ക് കാണാം കടലുള്ള ഭാഗത്തെ കൈപ്പത്തി പോലെ പൊങ്ങി നിൽക്കുന്ന മേഘം. സ്തോത്രം. പ്രവാചകൻ പറയുന്നു, പ്രവാചകനോട് പറയുന്നു സാധ്യതയില്ല. പ്രവാചകൻ പറയുന്നു എനിക്ക് ഡൗട്ടില്ല. ഇതാ പ്രവാചകൻ കേട്ടോ. പ്രവാചകൻ പറയുന്നു എനിക്ക് ഡൗട്ടില്ല. നിനക്ക് 10 മക്കളേക്കാൾ ഞാൻ ബെറ്ററാ. നിനക്ക് വേണേ ഗിഫ്റ്റ് കൂട്ടി തരാം. നോ. രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, മറ്റാർക്കും ഇല്ലാത്ത ബോധ്യം അകത്തളത്തിൽ നീയും കർത്താവും തമ്മിൽ ലോങ്ഡായിട്ട് കിടപ്പുണ്ട്. എല്ലാരും പ്രാർത്ഥിക്കട്ടോ. അന്നേ, നീ ഇരിക്കുന്നത് വെറുതെ വേസ്റ്റ് ആയത്, നിനക്ക് കിട്ടത്തില്ല. ഇല്ലെന്നേ, എനിക്ക് എന്റെ അപ്പനെ വിശ്വാസം. അബ്രഹാമേ 25 വർഷമായി തല നരച്ചു, തൊക്ക് ചുളിഞ്ഞു, നടക്കിയല്ല. അബ്രഹാം പറയുന്നു, ഞാൻ കണ്ട യാത്ര, ഞാൻ കണ്ട സ്വപ്നം, ഞാൻ കേട്ട ദൈവം ഇത് വ്യക്തമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ബാക്കി മറ്റാർക്കും ഇല്ലാത്തൊരു ഉറപ്പ് നിന്റെ കർത്താവിനെ കുറിച്ച് നിനക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. സ്തോത്രം. മറ്റേ കാര്യം മാത്രമേ ഉള്ളൂ, നസറയനായ യേശു എന്ന് കേട്ടാൽ നിന്റേതായിട്ട് നിനക്ക് വിളിക്കാൻ നിന്റെ അകത്ത് ചിലത് നിനക്കുണ്ടായിരിക്കണം. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഭിക്ഷക്കാരനെന്ന് പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരട്ടെ ദൈവ പൈതലേ. ഇപ്പൊ മനസ്സിലായോ? ഈ ഭിക്ഷക്കാരനായ ഈ സഹോദരൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി പറയുക, കാണുന്ന എല്ലാവരെയും കയറി നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് വിധിക്കല്ല് കേട്ടോ. നമുക്കാർക്കും ഇല്ലാത്ത എന്തോ ഒരു ബന്ധം അവർക്ക് കർത്താവ് തമ്മിലുണ്ട്. കൂടെ വാ. ഹല്ലേലൂയ. കൂടെ വാ എൻ ചാരേ വാ നീ, എൻ കൂടെന്നും വസിക്കണം. എന്നാശ്രയം എന്നാലംബം നാഥ നീ എൻ കൂടെ വാ. ഒരു ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി കയറി നോക്കാം. കൂടെ വാ
എൻ ചാരെ വാ നീ, എൻ കൂടെന്നും വസിക്കണം. എന്നാശ്രയം എന്നാലംബം നാഥ നീ എൻ കൂടെ വാ. ഉടബലഹത്തുരിബില ഭൗഷ്യ. ആ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ അകത്തൂന്ന് നീ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യൊപ്പ് വീഴും. ദലഘടക ശാലഘടകതല ധീമലഘടക ശിഖലാരകത. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ കർത്താവ് ഇടപെടുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 10,000-കണക്കിന് ജനം നടക്കുന്ന ശബ്ദത്തെ ഓവർകം ചെയ്യാൻ ഈ കുരുടന്റെ ശബ്ദത്തിന് കഴിഞ്ഞു. സ്തോത്രം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ. 10,000-കണക്കിന് എണ്ണത്തിന്റെ ശബ്ദത്തെ മൈൻഡ് ചെയ്യാത്ത കർത്താവ് ഈ കുരുടന്റെ ശബ്ദത്തെ മൈൻഡ് ചെയ്തു. ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വെളിപ്പാട് ശ്രദ്ധിച്ചു. ഒന്ന്, നിന്റെ പരിമിതികൾ ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തെ തകർക്കത്തില്ല. ശിഖാല ഹദരഗസിയാതന. 2, വളരെ ശ്രദ്ധിച്ചു കേട്ടോ, നിന്റെ മുൻപിൽ വരുന്ന ഒരു ഒബ്സ്റ്റക്കിൾസും നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിനെതിരെ വരത്തില്ല. നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിനെതിരെ ചലിക്കാൻ ശിഖാല ഹദര ദൽക്കസിയാതന. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു കാര്യത്തിനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഇടയിൽ വരാൻ പറ്റത്തില്ല. സാന്നിധ്യത്തെ അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചേ, അവന്റെ ശരീരം യേശു എന്ന് കേട്ടപ്പോൾ കുരുടനായ മനുഷ്യൻ, നിങ്ങളൊന്ന് നോക്കിയേ, ആരോ കൊണ്ടിരുത്തിയതാ. യേശു എന്ന് കേട്ടതേ ഉള്ളൂ. കൊണ്ടിരുത്താനും ആരും വേണ്ട, പിടിക്കാനും ആരും വേണ്ട, തൊടാനും ആരും വേണ്ട, എഴുന്നേൽപ്പിക്കാനും ആരും വേണ്ട. എന്തെന്നില്ലാത്തൊരു ബലം. സ്തോത്രം. എന്തെന്നില്ലാത്തൊരു ഉറപ്പ്. പരസഹാരമൊന്നും വേണ്ട, ചാടി അങ്ങ് എണീറ്റു. എന്നിട്ട് വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ. ഇനി എന്നെ ശ്രദ്ധിച്ചേ സഹോദര, ഇരിക്കുന്ന സ്ഥലം ഏതാ? ഇരിക്കുന്ന സ്ഥലം ജെറിക്കോ. ഈ സ്ഥലം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സ്ഥലം വല്ല പരിചയമുണ്ടോ? ഈ സ്ഥലം ഏതാന്നറിയണമെങ്കിൽ പഴയ നിയമ ഇസ്രായേലിനോട് ചോദിക്കണം. ഈ സ്ഥലം ഏതാന്നറിയണമെങ്കിൽ മോശയുടെ ലീഡർഷിപ്പിന് ശേഷം 2ാം സ്ഥാനത്തേക്ക് കയറി വന്ന് ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട കർത്താവിന്റെ അഭിഷിക്തൻ ജോഷുവയോട് ചോദിക്കണം ഈ സ്ഥലം ഏതാന്ന്. ഇനി ഇതൊന്നുമല്ല, ഈ സ്ഥലം എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ സ്ഥലം അറിയണമെങ്കിൽ രാഹാബിനോട് ചോദിക്കണം ഈ സ്ഥലം ഏതാന്ന്. ആമേൻ, ഹല്ലേലൂയ. രാഹാബിനോട് ചോദിക്കണം ഈ സ്ഥലം ഏതാണ്. പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇതിന്റെ പ്രാധാന്യം, ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ദൂതന്മാർ ഈ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ, അഭിഷിക്തന്മാർ ദൈവദാസന്മാരെ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ അവരെ തകർത്ത് കളയാൻ പദ്ധതിയിട്ട സ്ഥലമായത്. ആ കഥ നമുക്കറിയാം, അവിടെ ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം എബ്രായ ലേഖനത്തിലും മത്തായി സുവിശേഷത്തിലും പലരും വേറെ പലരെയും ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും
അവന്റെ ഒന്നും പേര് വരാത്ത സ്ഥാനത്ത് ദൈവം ചേർത്ത് വെച്ച ഒരു പാവപ്പെട്ട സഹോദരി ഉണ്ട്. അവളുടെ പേര് രഹാബ്. എന്തുകൊണ്ട് ചേർത്ത് വെച്ചു എന്ന് ചോദിച്ചാൽ, കൂടുതലൊന്നും പുകഴാനില്ല, കൂടുതലൊന്നും പ്രശംസിക്കാനില്ല, സ്തോത്രം, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം, ദൈവത്തിന്റെ ദാസന്മാർ അവിടെ വന്നപ്പോൾ, ദൈവത്തിന്റെ മക്കളെ, എനിക്ക് ഇച്ചിരി കാര്യം അവിടുന്ന് പറയാനുണ്ട്. നാം പലപ്പോഴും ബോധപൂർവം ചെയ്ത ചില കാര്യങ്ങൾക്കകത്തല്ല കേട്ടോ ദൈവം നമ്മളെ ഇപ്പൊ ഓർത്തോണ്ടിരിക്കുന്നത്. നമ്മള് അബദ്ധവശാലെന്ന് വേണേ പറയാം, വളരെ അവിചാരിതമായി ഇങ്ങനെയൊക്കെ ആകണമെന്നോ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഓർത്ത് ചെയ്തതല്ല. വളരെ അവിചാരിതമായി നമ്മൾ വെച്ച ചില സ്റ്റെപ്പിനകത്ത് നമ്മളെ ആഴമായി കണ്ട ദൈവത്തിന്റെ കൃപ, അതത്രേ ഇന്ന് നാം ആയിരിക്കുന്ന ഈ നിലവാരത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് വിശാലമായി സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് പരിമിതിയുണ്ട്. എങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലരോടുള്ള വാഗ്ദത്വത്തിന്റെ ദൂതാകിയാൽ പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാകുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പറയാം, ദൈവത്തിന്റെ പൈതലെ, ഏതോ ഒരു സാഹചര്യത്തിൽ അറിയാതെ അങ്ങ് എഫർട്ട് എടുത്തു പോയത്, ഹല്ലേലൂയ. ഇതല്ലേ റോമാലേഖനത്തിൽ എഴുതി വെച്ചത്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവർ. കൂടെ പറഞ്ഞ എനിക്ക് ആകുമെന്ന് ഓർത്തൊന്ന് സ്റ്റെപ്പ് വെച്ചതല്ല. ആ ദേശത്തെ ദൈവദാസന്മാർ വന്നു. അവർ വന്ന സമയത്ത് ദേവദാസന്മാരെ ചേർത്ത് പിടിച്ചു, വീട്ടിൽ കയറ്റി. രാത്രി മെസ്സേജ് എവിടെ നിർത്തുമെന്ന് എനിക്കറിയത്തില്ല. അബ്രഹാമിന്റെ സന്തതികൾ, വെളിപ്പാട് ശ്രദ്ധിച്ചു കേട്ടോണം, അബ്രഹാമിന്റെ സന്തതികൾ നന്മകൾ ഇന്നും വാരിക്കൂട്ടുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയെ ഒരു സംഭവം മറക്കരുത്. വീട്ടിൽ വന്ന ദൂതന്മാരെ നിലം വരെ കുനിഞ്ഞ് ആളയറത്ത് മാവ് കുഴച്ച് അന്ന് ഒരിക്കൽ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് ആ അഭിഷിക്തൻ നടത്തിയതാ. ഇന്നും രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നോ, ജനറേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ LIC-യിലല്ല, ഷെയർ മാർക്കറ്റിലല്ല, ഗോൾഡ് കളക്ഷനിലല്ല, കറൻസി ട്രാൻസാക്ഷനിലല്ല. വർഷങ്ങൾ തലമുറയിലേക്ക് കൈമാറുന്ന ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരേ സ്ഥലം ദൈവസാന്നിധ്യമുള്ളടാ. രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ തൊടുക. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാരെ വീട്ടിൽ കയറ്റി വെച്ചു, മുകളിലത്തെ നിലയിലോട്ട് കയറ്റി സൂക്ഷിച്ച് ഒളിപ്പിച്ചു. ഇവരാരാണെന്നോ എന്താണെന്നോ എത്ര ബോധമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇറങ്ങി പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, എന്നെയും എന്റെ കുടുംബത്തെ മറക്കല്ലോ കേട്ടോ.
ഇറങ്ങി പോന്ന നേരത്ത് ഇത്രേ പറഞ്ഞോളൂ, എന്നെ എന്റെ കുടുംബത്തെ മറക്കല്ലെന്ന്. പ്രസംഗിക്കാൻ തുടങ്ങട്ടെ. ദൈവം സംസാരിക്കുന്നു. അനുഗ്രഹീതമായി അപ്പോയ അപ്പത്തിന്റെ ഭവനം എന്നർത്ഥമുള്ള ബേതലഹീമ പെട്ടെന്ന് ക്ഷാമം വന്നു. 3 ആണുങ്ങൾ ഒരു സ്ത്രീയുടെ നേരെ മോവാബിലോട്ട് പോയി. ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നു തിരിച്ച്. പേര് രൂത്ത്. എന്തിനാ കൊണ്ടുവന്നറിയാമോ? മത്തായി സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, രാഹാബിന്റെ കൊച്ചുമോനാ ബോവസ്. ഹല്ലേലൂയ. ഇന്നുള്ള വേദന നൽകുന്ന ശോധന, ഇന്നുള്ള വേദന നൽകുന്ന ശോധന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിശ്വസിക്കാമോ? വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ. സജിന സിസ്റ്റർ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങളോട് ഇടപെടുന്നു. ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് റമാനികതരഘടക നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങൾ തിരിയും, അവസ്ഥകൾക്ക് ഭേദം വരും, പുതിയ പദ്ധതിയിലേക്ക് ദൈവം കയറ്റും, പുതിയ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്ന 3 വിഷയങ്ങൾക്ക് നിന്റെ കുടുംബത്തിനകത്ത് ഞാൻ മറുപടി തരും. സ്വജനത്തിന് നടുവിൽ തനിച്ചു പാർക്കുന്നവളെന്ന് വിളിച്ചു പറഞ്ഞ അനുഭവം പോലെ നിന്റെ ഒറ്റപ്പെടലുകളുടെ മേൽ ദൈവ മഹത്വം വെളിപ്പെട്ടു വരുമെന്ന് കർത്താവ് സംസാരിക്കുന്നു. രാത്രി ദൂതുമായി കണക്ട് ആകാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. അന്ന് ദൈവദാസന്മാരെ വീട്ടിൽ കയറ്റി ഒന്ന് സൽക്കരിച്ചു. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ ദേശത്ത് എന്തെല്ലാം സംഭവിച്ചാലും ആ സംഭവിക്കുന്നതിനകത്തുനിന്ന് എന്നെയും എന്റെ കുടുംബത്തെ ഒഴിവാക്കണം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ദൃഷ്ടിയിൽ രാഹാബ് ആരാ? പക്ഷേ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കത് പിടികിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് പിടികിട്ടും. നമ്മുടെ ദൃഷ്ടിയിൽ ആരാ? വേശ്യ. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, വേശ്യെന്ന് പറഞ്ഞ് അവളെ തള്ളിക്കളയാൻ വരട്ടെ, അവളുടെ അകത്ത് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടില്ലേ? അതെന്താ ബ്രദറെ അങ്ങനെ പറയാൻ കാര്യം? നാളെ ഈ ദേശത്തിന് എന്ത് സംഭവിക്കുമെന്ന് യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം മുതൽ ഇന്ന് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കണം കേട്ടോ. നാളെ ഈ ദേശത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവൾക്കൊരു കാഴ്ചപ്പാടില്ലേ? അതുകൊണ്ടല്ലേ അവള് പറഞ്ഞത്, ഞാൻ ഇന്ന് ഈ ദേശത്ത് നിൽക്കുന്നെങ്കിലും ഈ ദേശത്ത് സംഭവിക്കാൻ പോകുന്നതിനകത്തുനിന്ന് എന്റെ വീടിനെ സൂക്ഷിക്കണമെന്ന്. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങള് കാഴ്ചപ്പാടുണ്ടോ? ഓ റബലബഷ്. നീ വെക്കുന്ന ഓരോ സ്റ്റെപ്പുകൾക്കും വർഷങ്ങളുടെ വിടുതലെ കൊണ്ടുവരാൻ കഴിയും. ഘടകം
ഈ കൂട്ടത്തിലെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇവരെടുക്കുന്ന ചുവടുകൾക്കകത്ത് വർഷങ്ങളുടെ വിടുതലുണ്ടാകട്ടെ. യോസ് ആൻഡ് യോസ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പൈതലെ ഇതിന്റെ ഒറ്റ സ്റ്റെപ്പിനകത്ത് വർഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. ഓ ദൈവം സംസാരിക്കും. അപ്പൊ സാന്നിധ്യത്തിൽ കയറി വന്നാട്ട് ഇതിന്റെ സ്തോത്രത്തിന് ശക്തിയുണ്ട്. ഇതിന്റെ തലമുറനെ കെട്ടുപൊട്ടിക്കാൻ ദേശത്തെന്തെല്ലാം തലകുത്തി വാണാലും നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കാൻ ഒരു ഇൻവെസ്റ്റ്മെന്റിന് കഴിയും. എല്ലാരും പ്രാർത്ഥിക്കണേ. സ്തോത്രം. അവൾ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. ദൈവദാസന്മാരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. ഇറങ്ങി പോകാൻ നേരത്ത് പറഞ്ഞു, ഒന്ന് കാക്കണേ. ഒറ്റ കാര്യം ചെയ്തുള്ളൂ. ഒരൊറ്റ ചുവട്. ഒരു ചുവടുകൾക്കകത്ത് വർഷങ്ങളുടെ വിടുതലുകൾ നിനക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ രാത്രിയിൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന കർത്താവേ, 41 പേരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അസാധാരണ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. സാധാരണ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. 21ാമത്തെ ദിവസം ഈ മീറ്റിംഗ് തീരുന്നത് ജനത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടാകട്ടെ. ഘടക ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഋഗമനഘടക ശംദൽ ഘടക സിയാലഘടക ജന വർഷങ്ങളായിട്ട് ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ആമേ പൊങ്ങാൻ കഴിയാതെ ജീവിതത്തിന്റെ വഴികളെ കെട്ടി അടച്ചു വെച്ച ഓരോ മേഖലകൾക്കകത്തും ഈ രാത്രി 41 പേരുടെ പേര് ദൈവിക വിടുതലുകൾ ശക്തമായി സംഭവിക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ റാബാല ഹദൽ ഘടക സുജാ സണ്ണിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജിസ്ന വർഗീസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രമിളയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞുപോയ എല്ലാ ഡോറുകളും തുറക്കട്ടെ. ജേക്കബ് ഡാനിയലിന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. മിനി ജേക്കബിന്റെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. അവളോട് കൂടിയിരിക്കുന്ന തലമുറയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. വർഷങ്ങളിലേക്കുള്ള ദൈവിക പദ്ധതികൾ ആ കുഞ്ഞിന്റെ മേൽ സംഭവിക്കട്ടെ. മോളെ, ദൈവം നിന്നോട് സംസാരിക്കുന്നു. വർഷങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നിന്റെയും നിന്റെ വീടിനെയും നീ എവിടെ പോയാലും എന്റെ മഹത്വത്തിൽ മാറരുത്. നിന്റെ നീ ജനിച്ചു വളർന്ന നിന്റെ പിതൃ റൂട്ടിലായാലും മാതൃ റൂട്ടിലായാലും ഇടുക്കത്തിന്റെ വേരുകൾ ഓടി പരിചയപ്പെട്ട ഒരു സ്ഥലം നീ കണ്ടു വളർന്നവളാണ്. ഇടുക്കത്തിന്റെ വേരുകൾ ഓടി. എന്നാൽ നീ പലപ്പോഴും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ഹെൽപ്ലെസ് എന്ന് നീ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ജനറേഷനുകളിലേക്ക് കൈമാറുന്ന ദൈവമഹത്വത്തിന്റെ നീതി എന്താണെന്ന് നിന്നിലൂടെ ഞാൻ തെളിയിക്കാം. ഈ സന്തതി ഒരു അത്ഭുതമായി മാറും. നീ അറിഞ്ഞതിനും കണ്ടതിനും കേട്ടതിനും വിപരീതമായി ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവം നിന്നിലൂടെ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേറി വരണം. നിന്നിലുള്ള ദൈവിക വാഗ്ദത്വം യെരിഹോവിനെ പൊട്ടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? യെരിഹോവ് തീർന്നില്ല. ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ സ്വന്തം ജനം വാഗ്ദത്വത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവരുടെ വാഗ്ദത്വത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ അനുവദിക്കാതെ 7 രഥചക്രങ്ങൾ ഒരേ സമയത്തോടാൻ പാകതയുള്ള വീതിയുള്ള വൻമതിൽ കെട്ടി നിർത്തി അവരുടെ വഴി അടച്ച സ്ഥലമാ ജെറിക്കോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഉഷാ ബേബി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. അവസാനത്തെ കല്ലും ദൈവം ഊരിക്കളയും. എതിര് നിൽക്കുന്ന മതിലിന്റെ അവസാനത്തെ കല്ലും ദൈവം എടുത്തു കളയും. അതായിരുന്നു യെരിഹോ. പക്ഷേ ശ്രദ്ധിച്ചു കേട്ടോണേ, ഞാൻ വെളിപ്പാടിലേക്ക് വരിക. യോശുവയുടെ കാലത്ത് ദൈവം ചെയ്തത് എന്താ?
യോശുവയുടെ കാലത്ത് ദൈവം ചെയ്തത് എന്താ? യോശുവയുടെ കാലത്ത് യോശുവയുടെ നേതൃത്വത്തിൽ ദൈവം പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടോണം, എന്നെ കർത്താവ് പിടിച്ചു കുലുക്കിയ ദൂതായത്. യോശുവയുടെ നേതൃത്വത്തിൽ ദൈവം പറഞ്ഞു, ജനത്തെ ഇറക്കിക്കൊണ്ട് വരിക, ഈ മതിലിന് ചുറ്റും 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസം ഒറ്റ പ്രാവശ്യം വെച്ച് ഈ മതിലിന് ചുറ്റും ഈ ജനത്തെ ചുറ്റിക്കുക. എന്നിട്ട് അവരുടെ എല്ലാം കയ്യിൽ ഒരു ചുറ്റിക, ചെറിയൊരു ചുറ്റിക കൊടുത്തേക്കണം അല്ലെ. എന്നിട്ട് ഇവര് പോകുന്ന വഴിക്ക് ടക്ക് ടക്ക് അല്ലെ. നമ്മുടെ ബുദ്ധിക്കൊക്കെ കോംപ്രമൈസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ വേണം. നമ്മുടെ ബുദ്ധി സഹകരിക്കണമെങ്കിൽ ഈ പരിപാടിയൊക്കെ വേണം. എന്നാ നമ്മൾ പറയാം, അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇത്രയും പേര് കൊത്തിയതല്ലേ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഏതാ? ഞങ്ങൾ ഇത്രയും പേര് കൊട്ടിയതല്ലേ, തകരാതിരിക്കുവോ? സ്തോത്രം. അതുകൊണ്ട് ഒരു ചുറ്റിക എടുത്ത് പോകുന്ന വഴിക്ക് ഓരോരുത്തർ ഓരോ പ്രാവശ്യം ചുറ്റുമ്പോൾ ഒരു ദിവസത്തിൽ പറ്റുന്ന പോലെ ഒരു 2 അടി വെച്ച് ടക്ക് ടക്ക് കൊട്ടിയിട്ട് പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും ലക്ഷം ജനം ഒന്ന് കൊട്ടുമ്പോ അതൊരു വലിയ എഫക്റ്റ് തന്നെയല്ലേ. ഇതറിയാവുന്ന കർത്താവ് പറഞ്ഞു, നിന്നെക്കാട്ടി ബുദ്ധിമാനായ കർത്താവ്. കർത്താവ് പറഞ്ഞു, നീ കൊട്ടണ്ട മോനെ, നിന്റെ കൊട്ട് നിന്റെ കൈ വെച്ചോ, നിന്റെ ശബ്ദം എടുത്ത് സ്തുതിക്കാൻ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോണേ, നിന്റെ ശബ്ദം എടുത്ത് സ്തുതിക്കാൻ പറഞ്ഞു. സ്തോത്രം. എല്ലാരും എന്റെ കൂടെ വരണം. നിന്റെ ശബ്ദം എടുത്ത് സ്തുതിക്കാൻ പറഞ്ഞു. 6 ദിവസം ഓരോ പ്രാവശ്യം, 7-ാം ദിവസം 7 പ്രാവശ്യം, 13 പ്രാവശ്യം. 13-ാമത്തെ പ്രാവശ്യം അവരെ ചുറ്റി സ്തുതിച്ച് നിർത്തുമ്പോൾ ഉയർന്നു നിന്ന യെരിഹോവിന്റെ 7 രഥചക്രങ്ങൾ ഒരേ സമയത്ത് ഓടാൻ പാകതയുള്ള, നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഒരു 2 വരി പാത ഉണ്ടാക്കാൻ പെടുന്ന പാട്. അപ്പോൾ 7 രഥചക്രങ്ങൾ ഓടാൻ പറ്റുന്ന മതിൽ ഉണ്ടാക്കി വെച്ച യെരിഹോവിന്റെ കൺമതിൽ തകർന്ന് താഴെ പോയി, ഭൂമിക്കടി പോയി. ശ്രദ്ധിച്ചു കേട്ടോണം, എങ്ങനാ ജയിച്ചത്? സ്തുതിച്ച്. എന്നാൽ ദൈവദാസന്മാരെ വേദനിപ്പിച്ച കാരണത്താൽ യെരിഹോവിന്റെ മേലൊരു ശാപം കിടപ്പുണ്ട്. 6-ാമത്തെ അധ്യായം, യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം പെട്ടെന്നൊന്ന് വായിച്ചു വിടണേ. യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ട്. 25 മുതലുള്ള വാക്യങ്ങൾ. യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇനി അടുത്ത വാക്യം, അവൾ ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു. ഒരു മിനിറ്റ്, അതൊരു ഒരു ശ്രദ്ധേയമായ വാക്യ. അവൾ ഇന്നുവരെ ഇസ്രായേലുണ്ട് എന്നുവെച്ചാൽ അവളുടെ ഗോത്രത്തിൽ ഏതെങ്കിലും ഒരു തുരുമ്പ് കിടപ്പുണ്ടെങ്കിൽ ഇസ്രായേലിൽ ചെന്ന് നോക്കിയാൽ ഞാൻ വിശ്വസിക്കുന്നു രാഹാബിന്റെ ഗോത്രക്കാരെ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ എനിക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ വിശ്വസിക്കുന്ന വചനം ജീവനുള്ള വചനമാണ്. സ്തോത്രം. അവരിന്ന് വരെ ഇസ്രായേലിൽ താമസിക്കുന്നു. അടുത്ത വാക്യം, അക്കാലത്തെ യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അടുത്ത വാക്യം, അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. അടുത്ത വാക്യം, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. അതിന്റെ കതക് തൊടുക്കുമ്പോ ഇളയ മകനും നഷ്ടമാകും. ഒരാൾ വന്നിട്ട് പറയുക, ദൈവം പറഞ്ഞു ഈ പട്ടണം പണിയാൻ പറ്റത്തില്ല. ഒരാൾ വന്നിട്ട് പറയാ, ഞാൻ ഇതിനെ പണിയാൻ പോവാ. അവനോട് പറഞ്ഞു, സൂക്ഷിച്ചോണം, ഇതിനെ പണിയണ്ട, ഇത് ഞാൻ ശപിച്ചേക്കുന്ന സ്ഥലമാ. അങ്ങനെയാണെങ്കിൽ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. കുഴപ്പമില്ല, മൂത്തതല്ലേ പോയുള്ളൂ, ഇളയ മോനുണ്ടല്ലോ എന്ന് വിചാരിച്ച് പണിയാൻ തുടങ്ങിയാൽ അവനോട് ഞാൻ പറയുന്നു, വെറുതെ കൈവെക്കണ്ട, ഈ അടിസ്ഥാനം ഇട്ടത് അവിടെ കിടന്നോട്ടെ, അടുത്ത മോനെ കൂടെ പോക്കണ്ട എന്ന് പറഞ്ഞ് ധൈര്യം കാണിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പണിയാൻ നോക്കിയാൽ അവന്റെ ഇളയ മകനും നഷ്ടമാകും.
അടുത്തൊരു വാക്യം ഒന്ന് വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം. എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം. അവന്റെ കാലത്ത് ബേഥേലിനായ ഹീയേൽ യെരിഹോ പണിതു. അവന്റെ കാലത്ത് ബേഥേലിനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടോ? നമ്മളൊക്കെ വിചാരിക്കുന്ന ദൈവം പറഞ്ഞാൽ ചുമ്മാതങ്ങ് പറയുന്നതാണെന്നാ. ദൈവം പറഞ്ഞ യെരിഹോവിനെ പണിയാൻ നോക്കരുത്. ഓ സ്തോത്രം. വചനം ജീവനുള്ളതോ, യോശുവയുടെ വാക്കല്ലത്. നൂന്റെ മകനായ യോശുവനെ കൊണ്ട് ദൈവം പറയിച്ച വാക്ക. രാത്രി ഇത്ര പറഞ്ഞു വിടാം. എന്റെ വചനത്തോട് ആത്മാർത്ഥത കാണിക്കാൻ എന്റെ മേലൊരു അഭിഷേകത്തെ പകർന്നു. സമയമില്ല, നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവാം. എന്താ സംഭവിച്ചേ? 1-2 കാര്യം പറഞ്ഞോട്ടെ. എന്റെ തന്റെ ഇടം ചെലവാകുന്ന സ്ഥലം ദൈവസന്നിധി അല്ല. എന്റെ മിടുക്ക് ചെലവാകുന്ന സ്ഥലമല്ല ദൈവസന്നിധി. എന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന സ്ഥലമല്ല ദൈവസന്നിധി. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താണ് വീഴാനുള്ള സ്ഥലമാണ് ദൈവസന്നിധി. രാഘാവ് ചെയ്ത് എന്തോന്നറിയാമോ? പാദത്തിലോട്ട് വീണച്ച് പറഞ്ഞു, എന്നെ കൂടെ ഒന്ന് കാത്തോണേ. ശാപം എഴുതി വെക്കുമ്പോൾ ശാപത്തിനകത്തുനിന്ന് രാഘാബിനെ ഒഴിവാക്കി വെച്ചേച്ച് ബാക്കി ദൈവം എഴുതിയേ. കൂടെ പറഞ്ഞേ, രാഘാബിനെ ഒഴിവാക്കി വെച്ചേച്ച എഴുതിയേ. അത് സംഭവിച്ചു. ആ പട്ടണത്തെ പണിയാൻ തുനിഞ്ഞ മനുഷ്യൻ തിക്താനുഭവം അനുഭവിച്ചു. അവന്റെ 2 മക്കളും നഷ്ടമായി. ഇനി നിങ്ങൾ പറ, ഇത് പണിയപ്പെടാൻ പറ്റുമോ? ഇനി ഇത് പണിയാൻ പറ്റുമോ? ഇത് പണിയാൻ തുടങ്ങിയവന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് കണ്ടിട്ട് ഇനി പണിയാൻ പറ്റുമോ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ ആ സ്ഥലത്ത് കുരുടനായ ഒരു പിച്ചക്കാരൻ, സ്തോത്രം, അവൻ അവിടെ നിന്നിട്ട് വിളിച്ചു കൂകുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുക, എന്നോട് കരുണ തോന്നണേ. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ അറിയുന്നുണ്ടോ ഇവിടെ വലിയ കരുണയൊന്നും കിട്ടാത്ത സ്ഥലമാണ്? ഈ മനുഷ്യൻ അറിയാമോ പ്രതീക്ഷിക്കണ്ടെന്ന്? ഈ മനുഷ്യൻ ഈ വചനം അറിയത്തില്ലെന്ന് തോന്നല്ലേ? അല്ലേ പിന്നെ പുള്ളി ഈ പണിക്ക് നിൽക്കുവോ? ഈ മനുഷ്യൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് പണിയാൻ പറ്റത്തില്ല, ഇവിടെ ഒരു കാര്യം നടക്കത്തില്ല. ഇവിടെ എന്തേലും നടക്കണേ രാഹാബിന്റെ വീട്ടിലുള്ളവർക്ക് നടക്കും. ഒന്ന്, ഇവൻ രാഹാബിന്റെ വീട്ടുകാരൻ വല്ലോ ആണോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാനങ്ങ് ചോദിക്കാം, ഞാനങ്ങ് ആഗ്രഹിക്കാം, ചിലപ്പോ ആയിരിക്കും. ആ ഗോത്രത്തിൽ നിന്ന് വല്ല വന്ന ഒരു പിച്ചക്കാരനാണോ? പക്ഷേ എന്റെ ചിന്ത, അവിടെ വീണ് ശാപത്തിന്റെ പിന്നാമ്പുറം എന്തായാലും ഈ ചെറുക്കൻ. കാര്യം ഇവൻ കുരുടനാണ്. സ്തോത്രം. ഇവൻ കുരുടനായതുകൊണ്ട് ഈ വചനം കാണാതെ വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഇവന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ അവൻ ഉറക്കി അങ്ങ് വിളിച്ചു. പിന്നെ ഞാന് ഒരിക്കല് കോട്ടയത്തൊരിടത്തൊരു ഫാസ്റ്റിംഗ് പ്രയർ അറ്റൻഡ് ചെയ്യുക.
ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യുമ്പോ, അവിടെ ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോ എനിക്കറിയത്തില്ല, ഞാനങ്ങ് കരയുകയും ശക്തമായി സ്തോത്രം പറയുകയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വാവിട്ട് കരയുക. എന്നോടാ ദൂത് മൊത്തം. ഞാൻ നോക്കിയപ്പോ എന്റെ അടുത്തിരുന്ന സഹോദരൻ ഒത്തിരി എന്നെ സഹിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ, അവൻ എന്നെ ഒത്തിരി സഹിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോ എവന്റെ പിടി വിട്ടു. അവൻ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, ഒന്ന് നിർത്തിക്കേ, ഒന്ന് നിർത്തിക്കേ, ഒന്നും കേൾക്കാൻ മേല. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങി താഴോട്ടങ്ങിരുന്നു. ഞാൻ അവിടോട്ട് കവിണ്ണം വീണു. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ സഹോദരനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു അച്ഛനും അമ്മമ്മയും മുമ്പോട്ട് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു, ഇവൻ എന്നെ അത്ര കൊച്ചു കുഞ്ഞാണോ, ഇവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നേ. പിന്നെ കഥകളൊക്കെ മനസ്സിലായത്, ഒത്തിരി തകർന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ഇതൊന്നും വലിയ പരിചയമൊന്നുമില്ല. അവനെ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് കൊണ്ടുപോയി. ഒരു 1.5 മാസം കഴിഞ്ഞ് അടുത്തൊരു മീറ്റിങ്ങിന് വെച്ച് ഞാൻ ഇവനെ കണ്ടു. ഞാൻ കണ്ടപ്പോ നേരത്തെ ഞാൻ എങ്ങനായിരുന്നോ, ഇവനിപ്പോ അതിനെക്കാട്ടി ശല്യമായി. ഞാൻ ഇവന്റെ അടുത്ത് എങ്ങനെ ഇരുന്നോ, അതിനെക്കാട്ടി ശല്യമായി ഇവൻ. എനിക്ക് മനസ്സിലായി വട്ട് പിടിച്ചെന്ന്. സോറി, എനിക്ക് മനസ്സിലായി ഇവന് വട്ടായെന്ന്. ദൈവത്തിന്റെ പൈതലേ, ഈ മിണ്ടാതിരിക്കാൻ പറയുന്നവർക്ക് അങ്ങ് പറയാം കേട്ടോ. അകത്തെ തീ കത്തിയാലുണ്ടല്ലോ, മിണ്ടാതിരിക്കാൻ പറ്റിയാലേ. സഹോദര, നീ ഇരിക്കുന്നത് ശപിക്കപ്പെട്ട ഒരു ദേശത്താ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഇവൻ വെളിപ്പാടുള്ളവനാ. കാര്യം അവിടെ എഴുതി വെച്ചേക്കുന്ന വാക്യം എങ്ങനെ? നസറയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങിയെന്ന. തുടക്കമായിട്ടേ ഉള്ളൂ. ഗ്ലോറി, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിലവിളിച്ചു തുടങ്ങിയെന്ന. അടുത്ത വാക്യം, മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞതാ കുഴപ്പം, അവന്റെ ശബ്ദം പലർക്കും ഒരു പ്രശ്നമായിട്ടുണ്ട്. എപ്പോൾ മുതൽ പ്രശ്നം തുടങ്ങിയെന്നറിയാമോ? നസ്രയനായ യേശു എന്ന് കേട്ടപ്പോൾ മുതൽ പ്രശ്നം തുടങ്ങി. അതുവരെ കുഴപ്പമില്ലായിരുന്നു, അന്നേരം പ്രശ്നം തുടങ്ങി. സഹോദര, ഈ സ്ഥലം അത്ര നല്ലതല്ല. പിന്നെ അവൻ എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഞാൻ അത് പറഞ്ഞ് ഈ രാത്രി തൽക്കാലം ഈ മെസ്സേജിന്റെ ആദ്യത്തെ ഒരു പോർഷൻ കൊണ്ട് നിർത്താൻ പോവാം. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, അത് പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിക്കോളാം. എന്നോട് പറഞ്ഞെന്തോന്നറിയോ? നബിനോയെ, ഞാൻ ഇരിക്കുന്നത് എരിഹോവിലാന്ന് എനിക്കറിയാം. ഇത് ശപിക്കപ്പെട്ട സ്ഥലമാണെന്നും എനിക്കറിയാം. ഇത് പണിയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഇത് പണിയാൻ തുടങ്ങിയ ഹിയേലിന്റെ മൂത്ത മോന് ഇളയ മോന് മരിച്ചത് എനിക്കറിയാം. പിന്നെ ഈ കണ്ണും കാണാൻ മേലാതെ ഈ പിച്ചക്കാരന്റെ ഉടുപ്പ് ഇട്ട് ഞാനിവിടെ വന്നിരിക്കുമ്പോ എനിക്ക് വേറൊരു കാര്യം അറിയാം. എന്തോന്നറിയാമോ? 7 രഥചക്രങ്ങൾ ഓടുന്ന മതില് പൊളിച്ചത് ഇതേ സ്ഥലത്താ. അതന്ന് പൊളിക്കാൻ ഉപയോഗിച്ച ആയുധം സ്തുതിയാ, ആരാധനയാണ്. കേൾക്കുന്നുണ്ടോ എല്ലാരും? എനിക്ക് അങ്ങനെ ഒരു ചരിത്രം അറിയാം. എനിക്കറിയാം ഇത് പണിയത്തില്ലെന്നുള്ള ശാപം പൊട്ടിക്കാനും എന്നെ ഈ ഉടുപ്പും ഇടിച്ച്, ഈ ഭിക്ഷാടനത്തിന്റെ ഉടുപ്പും ഇടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുക. എന്തിനാണെന്നറിയാമോ? ഇത് പൊട്ടിക്കാൻ. സ്തോത്രം. യെരിഹോവിന്റെ മേൽ കിടക്കുന്ന ദൈവ പദ്ധതി സ്തുതി കൊണ്ട് ചിലതിനെ പൊട്ടിക്കാനാ. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഈ പുതിയ നിയമത്തിൽ വന്ന് നസ്രയനെ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്തുതിച്ച് ഞാൻ അതിനെ പൊട്ടിക്കാൻ പോവാം. ഓ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല.
ദൈവത്തിന്റെ പൈതലെ, ചില ദേശങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയുണ്ട്. ചില വ്യക്തികളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തകർത്ത് കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദൈവസാന്നിധ്യത്തിൽ എത്ര പേർക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ട്? ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ആ കീ നിന്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ നീ അതിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യും. നിന്റെ അകത്തെ ബേർഡൻ, നിന്റെ അകത്തെ സങ്കടം പിച്ചക്കാരന്റെ ഉടുപ്പിടേണ്ടി വന്നെന്നാ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ചില പിച്ചക്കാരുടെ ഉടുപ്പിട്ട ചിലര് വലിയ വർഷങ്ങൾ പഴക്കമുള്ള ബന്ധനങ്ങളെ പൊട്ടിക്കാൻ ദൈവം അവരെ ഉപയോഗിക്കും. നിന്റെ വസ്ത്രം പ്രശ്നമല്ലെന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ വീട് പ്രശ്നമല്ലെന്നേ. നിന്റെ സാഹചര്യം പ്രശ്നമല്ലെന്നേ. നിന്റെ അവസ്ഥകൾ പ്രശ്നമല്ലെന്നേ. എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ അകത്തിടപെട്ട വെളിപ്പാടുകൾക്ക് നീ ആമേൻ പറയുന്നെങ്കിൽ കർത്താവ് നിന്നെ ശക്തിയോട് ഉപയോഗിക്കും. ഈ വിളി അറ്റൻഷൻ കിട്ടാനല്ല കേട്ടോ. ഇത്രയും കിടന്ന ആവലോടെ ആർത്തി കൊണ്ട് പ്രാലടിച്ച് കിടന്ന് വിളിച്ചു പോകുന്നത് ഇത്രയും ജനത്തിന്റെ അറ്റൻഷൻ കിട്ടാനല്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നലുണ്ട്, തെറ്റിപ്പോയി. ഇത് വർഷങ്ങളായിട്ട് കാത്തിരുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് കണ്ണിന്റെ മുൻപിൽ വന്നതിന്റെ വെപ്രാളമായത്. എന്റെ കൂടെ വന്നേ, ഇപ്പൊ മനസ്സിലായോ? ഇവൻ പൈസയ്ക്ക് വേണ്ടി ഇരുന്നവനല്ല. രാത്രി വലിയ വിടുതൽ സംഭവിക്കുന്നു. ഇവൻ കാത്തിരുന്ന മൊമെന്റ് ഇവന്റെ കണ്ണിന്റെ മുൻപിൽ എത്തിയേക്കുക. ഇവൻ ഇതിനു വേണ്ടി, ഈ നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാനും. ഇതൊരു രോഗസൗഖ്യമായിട്ട് കാണല്ലേ കേട്ടോ. ഇതൊരു രോഗശാന്തിയായിട്ട് കാണല്ല. ഇത് വർഷങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ നിയുക്തനായ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട അഭിഷിക്തനായ എന്റെ കൂടെ ഉണ്ടോ? രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഹീറോയിന് പറ്റാത്തത് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ദൈവം ചെയ്യിച്ചെന്ന് ഞാൻ ഈ പറയുന്നതിന് വെളിപ്പാട് മനസ്സിലാക്കുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹീറോയിന് തോറ്റുപോയെടുത്ത് സ്തുതിക്കുന്ന ചെറുക്കൻ ജയിച്ചെന്ന്. പ്രൈസ് ബ്രിങ്സ് വിക്ടറി. പ്രൈസ് ബ്രിങ്സ് വിക്ടറി. സ്തുതി ജയത്തെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. വലിയ ദൈവമുഖത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ കൂട്ടത്തുള്ള എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. ശബ്ദൽ ഘടകസിക. ശക്തമായ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും എല്ലാവരും. സ്തുതി ജയത്തെ കൊണ്ടിരുന്നു. സീക്രട്ട് അറിയണം. സ്തോത്രം. ദേശങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കാൻ നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന വെളിപ്പാടിന്റെ രഹസ്യം അറിയണം. സ്തോത്രം. ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന ദൈവ പദ്ധതിയുടെ രഹസ്യം അറിയണം. ആ രഹസ്യം നീ അറിഞ്ഞാലുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് തന്റെ ബലമുള്ള കരങ്ങളിൽ നിന്നെ എടുത്തുപയോഗിക്കും. ഒരു തടസ്സങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ബീന ജെയിംസ് എന്ന ഐഡിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചിട്ട് അസാധാരണ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. ദേശങ്ങളുടെ മേൽ അധികാരത്തോടെ ദൈവം അയക്കട്ടെ. എല്ലാ മേഖലകളും വിടുതൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ട്. ആത്മാവിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം, സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, വർഷങ്ങളായിട്ട് ഭിക്ഷാടനത്തിന്റെ ഉടുപ്പ് വിട്ട് ഇവനെ ഇവിടെ കൊണ്ടിരുത്തുമ്പോൾ ഇവന്റെ ഒറ്റ ലക്ഷ്യം, ഈ തെരുവിലൂടെ ഒരിക്കൽ നസ്രായൻ വരുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇന്നുള്ള വേദന നൽകുന്ന ശോധന, ഇന്നുള്ള വേദന നൽകുന്ന ശോധന,
വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും. ദൈവത്തിന്റെ പൈതലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ ഇത്ര എന്റെ പ്രാളം പിടിക്കുന്നത് എന്തെന്നറിയാമോ? യേശുവിന്റെ ഈ സമയത്തിന് വേണ്ടി ഇവൻ കാത്തിരുന്നിട്ടാണ്. ഇവിടെ എന്നെ ക്രോസ് ചെയ്ത യേശു പോകാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവും അവനും തമ്മിൽ, അവൻ ഇരിക്കുന്ന സ്ഥലത്ത് യേശു വന്നേക്കുക. അവന്റെ അകത്തെ ആഗ്രഹം എന്തെന്നറിയാമോ? ഇവിടെ ക്രോസ് ചെയ്ത് യേശു പോകരുത്, അതിനു വിട്ട് എനിക്ക് പിടിക്കണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. കണ്ണുകളെ ദൈവസ്ഥാനം അടയ്ക്കാം. ഈ മെസ്സേജ് തീർന്നില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാം. രാത്രി ഞാൻ വെളിപ്പാട് പറയുന്നു. പഴയ നിയമത്തിൽ യെരിഹോവിനെ തകർത്തത് സ്തുതിയിലാണെങ്കിൽ, പുതിയ നിയമത്തിൽ യെരിഹോവിന്റെ ശാപത്തെ പൊട്ടിച്ചത് ഒരു കുരുടന്റെ നിലവിളിയിലാണ്. ഇസ്രായേലിനെ സ്തുതിച്ചാൽ മതിയായിരുന്നു, പക്ഷെ നിന്റെ നിലവിളി ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, ഫ്രിനീജ, ദൈവം സംസാരിക്കുന്നു. കണ്ണുകൾ ഈ ദിവസങ്ങളിൽ ഒഴുക്കുന്ന കണ്ണുനീരുകൾക്ക് ദൈവം റിസൾട്ട് കൊണ്ടുവരും. പഴയ നിയമത്തിൽ ഹല്ലേലൂയ സ്തുതി മതിലിനെ തകർത്തെങ്കിൽ, ഇവിടെ കുരുടൻ സ്തുതിയാൽ ശാപത്തെ പൊട്ടിച്ചു. യേശു പറഞ്ഞു, കോൾ ഹിം. ഇവന്റെ ആഗ്രഹം, എന്നെ കടന്നു പോകല്ലേ. പാസ് മീ നോട്ട്, ഓ ജെന്റിൽ സേവിയർ. Come on, pass me not, O gentle Savior. എന്നെ കടന്നു പോകല്ലേ. ഹല്ലേലൂയ. കണ്ണുകൾ, എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഭയങ്കര പരിമിതിയുള്ള പ്ലാറ്റ്ഫോമാണ്. നോ പ്രോബ്ലം. 21-ാം രാത്രിയിൽ ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഈ രാത്രിയിൽ ഞാനിത് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. നിന്റെ ശബ്ദത്തിനകത്ത് കെട്ടുകളെ പൊട്ടിക്കാനുള്ള അഭിഷേകമുണ്ട്. നിന്റെ ശബ്ദത്തിനകത്ത് അനോയിന്റിംഗ് ഉണ്ട്. നിന്റെ സൗണ്ട് അഭിഷേകമുള്ള സൗണ്ടാണ്. തൊടട്ടെ. ഹല്ലേലൂയ. കണ്ണുകളെ ദിവസം അടയ്ക്കാം. Pass me not, O gentle Savior, hear my humble cry. While on others thou art calling, do not pass me by. Savior, Savior. Oh, Rabakalamas. Hear my humble cry. While on others thou art calling, do not pass me by. പോകല്ലേ കടന്നെ നീ. ഈ ഒരു സമയം കഴിഞ്ഞു പോയാൽ ഞാൻ കാത്തിരുന്ന നിമിഷം ഇതാണ്. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ എനിക്കറിയത്തില്ല, വെളിപ്പാട് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൂത് എങ്ങനെ നിർത്തുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഇടപെടും. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഒരിക്കൽ നീ ഈ സ്ഥലത്ത് ചവിട്ടുമെന്ന് എനിക്കറിയാം. അന്നെനിക്ക് എന്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ അറിവുകേടിൽ വീണ ഒരു ശാപത്തെ എനിക്ക് ബ്രേക്ക് ചെയ്യണം. ചരിത്രം തിരുത്തി കുറിക്കാൻ ഒരു കുരുടൻ ധാരാളം. രാത്രി ശ്രദ്ധിച്ചോ, അവിടെ നടന്നത് ഒരു കുരുടന്റെ സൗഖ്യമല്ല, ഒരു ചരിത്രത്തിന്റെ ബ്രേക്ക് ത്രൂ ആണ്. യേശു. ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് വർഷങ്ങൾക്കപ്പുറത്ത് വീണ കെട്ടുകളെ പൊട്ടിക്കാൻ
ഇന്ന് രാത്രി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. 21ാമത്തെ രാത്രിയിൽ ഈ ഉപവാസം ആശീർവാദം പറയുന്നതിന് മുമ്പിട്ട് വർഷങ്ങൾക്കപ്പുറം ഫാമിലിക്കകത്ത് വീണേക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രി അതിന്റെ കയറുകൾ പൊട്ടിമാറട്ടെ. യേശു നാദ എന്നാപേക്ഷ കമോൺ. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകന്നെയും. വർഷങ്ങൾക്ക് അപ്പുറം വീണ കെട്ടുകളുടെ പിന്നാമ്പുറമാണോ എന്നറിയത്തില്ല എന്നെ കുരുടനാക്കിയത്. കുഴപ്പമില്ല, ഇതൊരു ചരിത്രത്തെ തിരിച്ച് മടക്കി കൊണ്ടുവരും. ലോർഡ്, വി താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം. ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതിനായി സ്തോത്രം. 21 ദിവസം എടുത്ത സന്നിധിയിൽ കാത്തിരുന്ന ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ആത്മാവിൽ കണക്ട് ആയപ്പോൾ ഇന്ന് രാത്രി സംഭവിച്ച വിടുതലുകൾക്ക് നന്ദി പറയുന്നു. ജയത്തിന് വിരോധമായി ഞങ്ങളുടെ തലയ്ക്കും ഇത് കറങ്ങുന്ന ശാപത്തിന്റെ പോരുകളെ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുകയാണ്. വികാരത്തിന്റെ അഭിഷേകം ഇവിടെ വ്യാപരിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ അഭിഷേക്തൻ സൈജാനെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. വലിയ പദ്ധതിക്ക് ആ കുടുംബത്തെ ദൈവം നിർത്തുന്നതിന് സ്തോത്രം. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ യഹോവയുടെ ആത്മാവിനെ അഭിഷേകം ചെയ്തെന്ന വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിവർത്തി പദത്തിലേക്ക് വരുവാൻ ഈ രാത്രിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വസ്ത്രം കൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം, ഞങ്ങളുടെ നടപ്പ് കൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം, പക്ഷെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ പറ്റില്ലല്ലോ. ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു തലമുറയുടെ അങ്ങേ തലയ്ക്ക് കിടക്കുന്ന കെട്ടുകളെ ഈ തലമുറയുടെ ഇങ്ങേ തലയ്ക്കലിരുന്ന് പാവപ്പെട്ട നമ്മുടെ വിളിയാൽ പൊട്ടിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 ജനറേഷനുകളെ തമ്മിൽ ചേർത്ത് കൂട്ടിപ്പിടിക്കാൻ എന്ന് വെച്ചാൽ 2 ജനറേഷനുകൾക്കകത്ത് കിടന്ന ശാപത്തെ പൊട്ടിക്കാൻ നമ്മുടെ മേൽ ദൈവ നിയോഗം തന്നിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു. സൈച്ചയ, കർത്താവിന്റെ ദാസി, താങ്ക് യു. നല്ല സമയമായിരുന്നു. ഈ 21 ദിവസം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നതെല്ലാം കർത്താവ് വളരെ നന്മയായി കണക്കാക്കട്ടെ. ഈ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മെസ്സേജ് കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി തന്നതോർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഭയങ്കര അനുഗ്രഹം. എന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. മാത്രമല്ല, ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ പറയുന്ന പോലെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നമ്മുടെ ഉത്സവം ഇന്ന് രാത്രി കൊണ്ട് സമാപിച്ചിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ ആ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു കൊണ്ട് പറയാ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദാഹത്തോടെ നമ്മൾ കടന്നു വന്ന നമ്മളെല്ലാവരെയും ഇന്ന് കർത്താവ്, ആമേൻ, സ്തോത്രം, കർത്താവ് നമ്മളെ നിറച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനത്താൽ കർത്താവ് നമ്മളെ പോഷിപ്പിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു. ഹല്ലേലൂയ. ഏത് ശാപത്തെയും, ജനറേഷനുകൾക്ക് മുന്നിലുള്ള പിന്നിലുള്ള എല്ലാ ശാപങ്ങളെയും പൊട്ടിക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തോട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ബിനോയ് പാസ്റ്ററിനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ രഹബോത്ത് ഫാമിലിയിലേക്ക് വരികയും ഞങ്ങളോട് കർത്താവിന്റെ ആലോചനയൊക്കെ സംസാരിച്ചു. വളരെ വളരെ ശക്തമായി ഞങ്ങളോട് വ്യക്തിപരമായിരിക്കുന്ന ആലോചനകളൊക്കെ സംസാരിച്ചു. കർത്താവിന്റെ ദാസനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിലും തന്റെ കുടുംബത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളോട് സംസാരിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, ആഗ്രഹത്തോടെ കടന്നു വന്ന കർത്താവിന്റെ മക്കളെ എല്ലാം കർത്താവെ
അപ്പൊ അങ്ങ് അനുഗ്രഹിച്ചതിനായി, കർത്താവിന്റെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിച്ചതിനായി, വ്യത്യസ്തമായിരിക്കുന്ന നിലകളിൽ കർത്താവെ ഈ വചനഭാഗം ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് കർത്താവെ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ കർത്താവെ, ഹാലലുയ കർത്താവെ, ഹാലലുയ കുടന്റെ ജീവിതത്തിലൂടെ, കർത്താവ് രൂത്തിന്റെ കർത്താവെ, ഹാലലുയ ജീവിതത്തിലൂടെ, രാഹാബിന്റെ ജീവിതത്തിലൂടെ ഒക്കെ കർത്താവ് ഞങ്ങളോട് കൃത്യമായി ഇടപെട്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഈ കേട്ട വചനം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം. ചില വിടുതലുകളെ കർത്താവെ, ഈ വചനത്തിൽ കൂടി ചില വിടുതലുകൾ വ്യക്തികളുടെ മേൽ കർത്താവ് അയച്ചിട്ടുണ്ടല്ലോ. വരും ദിവസങ്ങളിൽ കർത്താവ് വലിയ സാക്ഷ്യങ്ങളായി അത് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ ദാസ് ഞങ്ങൾ ശക്തമായി ഉപയോഗിച്ചല്ലോ കർത്താവെ. അങ്ങ് പകർന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് രഹബോത്ത് ഫാമിലി ഞങ്ങൾ ഒന്നടങ്കം കർത്താവെ ഞങ്ങളുടെ ദാസിനെയും കുടുംബത്തെയും ഞങ്ങൾ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മിനിസ്ട്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ സ്തോത്രം കർത്താവ്. ഇനിയും കർത്താവ് അനേക ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അനേകർക്ക് വിടുതലായി അപ്പാ അങ്ങ് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ജോയിൻ ചെയ്ത എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ. സഹിച്ചാനേ കർത്താവ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുവാൻ കർത്താവെ, എന്റെ പിന്നിൽ എഫേർട്ട് എല്ലാം എന്റെ ദൈവം കാണുന്നല്ലോ. പക്ഷേ ദൈവമേ, ഇവരെ മാനിക്കണം കർത്താവെ. ശുശ്രൂഷയിൽ കർത്താവ് വലിയ വിശാലത കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ജോയിൻ ചെയ്ത എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഞങ്ങളുടെ ആദ്യ ദിവസം മുതൽ ഈ നിമിഷം വരെയും ജോയിൻ ചെയ്ത് കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അപ്പോ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളോട് വചനം സംസാരിച്ച എല്ലാ ദൈവദാസന്മാരെ ദാസിമാരെ എല്ലാം സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിച്ചല്ലോ. നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂസും വരാതെ ദൈവം ഇത്രത്തോളം കർത്താവ് കാത്തല്ലോ കർത്താവെ. ഇത്രയും അനുഗ്രഹമാക്കി തീർത്തല്ലോ കർത്താവെ. അപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം വിട്ടു പിരിയാതെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. വചനത്താൽ ഞങ്ങളെ പോഷിപ്പിച്ചല്ലോ കർത്താവെ. വിടുതലുകൾ നൽകിയതിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. ദാസിന് ആശീർവാദം പറയാമോ? കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിന് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.